أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇന്ന് ഞാൻ ജമാഅത്തിലെ ഒരു ദീർഘകാല സേവകനായിരുന്ന ജനാബ് ചൗധരി ഹമീദുള്ള സാഹിബിനെ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം ദിവംഗതനായി. അദ്ദേഹം തഹ്രീക് ജദീദ് പാകിസ്ഥാന്റെ വക്കീലുൽ ആല ആയിരുന്നു. മജ്ലിസ് തഹ്രീക് ജദീദ് അഞ്ജുമൻ അഹമ്മദിയയുടെ സദറും ദീർഘകാലമായി ജൽസസാലാന ഓഫീസറായും സേവനമനുഷ്ഠിച്ച് വരികയായിരുന്നു. ഫെബ്രുവരി 7 താഹിർ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 87-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ചൗധരി സാഹിബിന്റെ പിതാവിന്റെ പേര് ബാബു മുഹമ്മദ് ബക്ഷ് സാഹിബ് എന്നും മാതാവിന്റെ പേര് ആയിഷ ബീബി സാഹിബ എന്നുമായിരുന്നു. ബേരയുടെ പ്രാന്തപ്രദേശത്താണ് ഇവർ താമസിച്ചിരുന്നത്. ചൗധരി സാഹിബ് 1934 ഖാദിയാനിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തിന്റെ ജനനത്തിനും 5 വർഷം മുമ്പേ അഹമ്മദിയത്ത് സ്വീകരിച്ചിരുന്നു. അദ്ദേഹം താൻ അഹമ്മദിയത്ത് സ്വീകരിച്ച സംബന്ധിച്ച സംഭവം ഇങ്ങനെ വിവരിക്കുന്നു. പറയുന്നു, ഞാൻ അള്ളാഹുവിനെ ആണയിട്ടുകൊണ്ട് ഒരു സ്വപ്നം എഴുതുകയാണ്. ആ സ്വപ്നം ഇപ്രകാരമായിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ വിവരിച്ചുകൊണ്ട് പറയുന്നു, ബംഗ്ലാ ബഖുവാല സർഗോദയിലായിരുന്നു. ഇവിടെ അദ്ദേഹം കനാൽ വകുപ്പിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അവിടെ ഒരു ബംഗ്ലാവിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. ബംഗ്ലാ ബഖുവാലയിൽ 1929 ഒക്ടോബർ മാസം രാത്രി ഏകദേശം 2 മണിക്ക് അദ്ദേഹം ഒരു ദൃശ്യം കണ്ടു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗതരായിരിക്കുന്നു. പര്യടനത്തിനോ സന്ദർശിക്കുന്നതിനോ വന്നിരിക്കുകയാണ്. അന്ന് രാത്രി അദ്ദേഹം അവിടെ തന്നെ കഴിച്ചു കൂട്ടി. ഏതായാലും പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മുസല്ലയിൽ ഉപേക്ഷിതനായി കണ്ടു. 2 തുടകളിലും കൈവച്ച് ഇരിക്കുന്നു. വിരലുകളിൽ ദൈവസ്മരണ ചെയ്യുന്നത് പോലെ. പരിശുദ്ധ മുഖം കിഴക്ക് ഭാഗത്തേക്കാണ്. എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇരിക്കുന്ന കസേരയുടെ കൈകൾ അയഞ്ഞിരിക്കുന്നു. അത് കേട്ടപ്പോൾ ഞാൻ ഉടനെ എഴുന്നേറ്റു. നോക്കിയപ്പോൾ ആ ഒരു ആണി ഇളകുന്നുണ്ടായിരുന്നു. ഞാൻ നന്ദി പറഞ്ഞു. അതായത് അങ്ങ് ഈ എളിയവന്റെ ജീവൻ രക്ഷിച്ചു. മുന്നിലേക്ക് പിന്നിലേക്ക് വീണിരുന്നുവെങ്കിൽ തല പൊട്ടുമായിരുന്നു. തുടർന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പക്കൽ ഒരു പുതിയ ഓഫീസ് കസേര കാണുന്നു. അതിന്റെ കൈകൾ നീണ്ടതാണ്. ഈ കസേരയിൽ ഇരിക്കുക, ഇത് അഹമ്മദിയത്തിന്റെ കസേരയാകുന്നു. അതായത് തെളിവുകൾ ഉള്ളതാകുന്നു, യഥാർത്ഥ ഇസ്ലാമാകുന്നു. അതിനുശേഷം ഞാൻ കണ്ണുകൾ തുറന്നു. ഇതാണ് ഇദ്ദേഹത്തിന്റെ പിതാവ് അഹമ്മദിയത്ത് സ്വീകരിച്ച സംഭവം. ചൗധരി സാഹിബ് പ്രാരംഭ വിദ്യാഭ്യാസം ഖാദിയാനിലാണ് കരസ്ഥമാക്കിയത്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 1946 ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു വഖഫിനുള്ള ആഹ്വാനം ചെയ്യുന്നു. ഈ ആഹ്വാനം ഉണ്ടായപ്പോൾ അതിന് ലബ്ബൈക്ക് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ മാതാവ് അദ്ദേഹത്തെ ഹദരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹുവിന്റെ സവിധത്തിലേക്ക് കൊണ്ടുപോയി. ഹുസൂറിനോട് പറഞ്ഞു, ഈ എൻ്റെ മകൻ ഞാൻ ദീനി സേവനത്തിന് വേണ്ടി അവരെ വഖഫ് ചെയ്യുകയാണ്. തുടർന്ന് ഇവനെ സ്കൂളിൽ പഠിപ്പിക്കണമെന്ന കുറച്ച് ഉപദേശങ്ങൾ നൽകി. 1949
അദ്ദേഹം മെട്രിക് പാസ്സായി. തുടർന്ന് റബുവിലെ വക്കാലത്ത് ദീവാൻ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ഇന്റർവ്യൂവിന് വേണ്ടി റബുവിലെത്തി. എഴുത്ത് പരീക്ഷയ്ക്ക് ശേഷം അത് ഖലീഫത്തുൽ മസീഹ് സല്ലല്ലാഹു തആല അൻഹു നേരിട്ട് തന്നെ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തു. ആ സമയത്ത് സർജുമൻ അഹമ്മദിയുടെ നാസർമാരുടെ മീറ്റിംഗ് നടക്കുകയായിരുന്നു. ഖലീഫത്തുൽ മസീഹ് സാനി മീറ്റിൽ ഇരിക്കുകയായിരുന്നു. ഉസൂർ അവിടേക്ക് അദ്ദേഹത്തെയും ആ സമയത്ത് എത്തിയ 3-4 കുട്ടികളെയും വിളിപ്പിച്ചു. അതിൽ ചൗധരി അമീറുല്ല സാഹിബ് ഉണ്ടായിരുന്നു, മുസ്ലിമുദ്ദീൻ സാഹിബ് ഉണ്ടായിരുന്നു, സമീഉല്ല സാഹിബും ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും ഖലീഫത്തുൽ മസീഹ് സാനിയാണ് ഇന്റർവ്യൂ എടുത്തത്. അതിനകത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ പഠനം തുടർന്നു. സ്കൂളിലും യൂണിവേഴ്സിറ്റിയിലും പഠിച്ചു. അതിനകത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ നിർദ്ദേശപ്രകാരം BSc പൂർത്തിയാക്കി. BScയിൽ സംസ്ഥാനത്തൊട്ടാകെ 2ാം സ്ഥാനം കരസ്ഥമാക്കി. തുടർന്ന് ഗണിതത്തിൽ ലാഹോറിലെ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫസ്റ്റ് ഡിവിഷൻ കരസ്ഥമാക്കി. 1955 തലീമുൽ ഇസ്ലാം കോളേജിൽ അധ്യാപകനായി. തുടർന്ന് ഗണിത വകുപ്പിൽ തലവനുമായി. 1960 സർഗോദയിലെ അബ്ദുൽ ജബ്ബാർ ഖാൻ സാഹിബിന്റെ മകൾ റലിയ ഖാൻ സാഹിബ് വിവാഹം കഴിച്ചു. 1974 വരെ TI കോളേജിൽ റബുവയിൽ സേവനം തുറന്നു വന്നു. കോളേജ് ദേശസാൽക്കരിക്കപ്പെട്ട ശേഷം അത് ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹിയുടെ നിർദ്ദേശപ്രകാരം കോളേജിൽ നിന്ന് രാജിവെച്ചു. കാരണം അദ്ദേഹം ജീവിതം വഖഫ് ചെയ്തതാണ്. അത് നാഷണലൈസ്ഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സർക്കാർ സ്ഥാപനത്തിൽ വഖഫ് ചെയ്യുകയും ജോലി ചെയ്യേണ്ടതില്ല. എല്ലാവരുമല്ല, ചിലർക്ക് ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹി തആല അവിടെ തന്നെ ജോലി ചെയ്യാനും പറഞ്ഞു. കാരണം അവിടെയും ആവശ്യമുണ്ട്. ചിലരോട് ജമാഅത്തി സേവനത്തിന് വരാൻ നിർദ്ദേശം നൽകി. ഏതായാലും അദ്ദേഹം അവിടെ നിന്ന് രാജിവെച്ചപ്പോൾ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് അദ്ദേഹത്തെ നാസിർ റിയാഫത്തായി നിയമിച്ചു. 1982 ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആല അദ്ദേഹത്തെ വക്കീലാല തരീഖ് ജദീദായി നിയമിച്ചു. കുറച്ചു കാലത്തിന് ശേഷം അതോടൊപ്പം അഡീഷണൽ സദർ മജ്ലിസ് തരീഖ് ആയും നിയമിതനായി. 1989 ജൂബിലി വർഷമായിരുന്നു. 89 സദർ മജ്ലിസ് തരീഖ് നിയമിക്കപ്പെട്ടു. വഫാത്ത് വരെയും ഈ സേവനം അനുഷ്ഠിച്ചു വന്നു. അതുകൂടാതെ 1986 മുതൽ വഫാത്ത് വരെയും അഡീഷണൽ നാസറാല എന്ന നിലയ്ക്കും അടിയന്തര ഘട്ടത്തിൽ സിന്ധു തുടങ്ങിയ സ്ഥലങ്ങളുടെ മേൽനോട്ടക്കാരനായിരുന്നു. ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹിയുടെ കാലത്ത് പ്രാദേശിക അമീർ ആകുന്നതിനുള്ള ബഹുമതിയും ലഭിച്ചിട്ടുണ്ട്. മജ്ലിസ് ഖുദാമുൽ അഹമ്മദിയ റബുവിലും കേന്ദ്ര മജ്ലിസ് ഖുദാമുൽ അഹമ്മദിയയിലും വിവിധ നിലകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1969 മുതൽ 1973 വരെ സദർ മജ്ലിസ് ഖുദാമുൽ അഹമ്മദിയ മർക്കസിയ ആയി നിയമിക്കപ്പെട്ടു. അന്ന് ലോകത്തിന് മുഴുവനും ഒരൊറ്റ കേന്ദ്ര ഖുദാമുൽ അഹമ്മദിയായിരുന്നു ഉണ്ടായിരുന്നത്. കേന്ദ്രത്തിൽ നിന്നാണ് നിയന്ത്രിച്ചിരുന്നത്. ഓരോ വർഷത്തിനും വേറെ വേറെ സദർ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. 1969 ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് അദ്ദേഹത്തെ ഖുദാമുൽ അഹമ്മദിയായി നിശ്ചയിച്ചപ്പോൾ പ്രസ്തുത സന്ദർഭത്തിൽ ഉസൂർ പറഞ്ഞ കാര്യങ്ങൾ വളരെ അനിവാര്യമായ സംഗതികളാണ്. ഇത് വളരെ വലിയ ഒരു ഉദ്ധരണിയാണ്. അത് ഖലീഫത്തുൽ മസീഹ് സാലിസ് പ്രസംഗത്തിൽ എടുക്കുന്നതാണ്. പക്ഷെ വളരെ വലിയൊരു കാര്യമാണിത്. ഹദ്റത്ത് മസീഹ് അലി ഇസ്ലാമിന്റെ ഔരസ സന്തതികൾക്കും ആത്മീയ സന്തതികളും ജമാഅത്തിൽ ജോലി ചെയ്യുന്നവരും ഈ ഉപദേശങ്ങൾ നല്ലപോലെ ഓർത്തിരിക്കേണ്ടതാണ്. അതനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുകയും വേണം. നാം പ്രസ്തുത കടമകൾ നിറവേറ്റുന്നുണ്ടോ എന്ന് കാര്യത്തിൽ ചിന്തിക്കുകയും വേണം. ഖലീഫത്തുൽ മസീഹ് സാലിസ് പറയുന്നു, സദർ ആകുന്ന ഈ യുവാവിന് വേണ്ടിയും ദുആ ചെയ്യുക. ഈ സ്ഥാനത്ത് നിന്ന് വിരമിക്കുന്ന ആത്മാർത്ഥനായ യുവാവിന് വേണ്ടിയും ദുആ ചെയ്യുക. അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രയത്നങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. ഇനി വരുന്ന ആൾക്കും അള്ളാഹുവിന്റെ സഹായത്താൽ മുൻകഴിഞ്ഞവരെക്കാളും അധികം കൂടുതലായി കർമ്മങ്ങൾ ചെയ്തു കാണിക്കാൻ കഴിയുമാറാകട്ടെ. പറയുന്നു, നമുക്ക് ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് പോകാൻ കഴിയില്ല. പുതുതായി ഉത്തരവാദിത്വം നൽകപ്പെടുന്ന നമ്മളിലെ ഓരോരുത്തരും മുൻപുള്ളവരെക്കാളും മുന്നോട്ട് ഗമിക്കാൻ ശ്രമിക്കണം. കാരണം ജമാഅത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പരക്കുകയും വികസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളും വർദ്ധിക്കുന്നു, അതിന്റെ ഉത്തരവാദിത്തങ്ങളും വർദ്ധിക്കുന്നു. ചുരുക്കത്തിൽ മജ്ലിസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള ചാർജ് ഏറ്റെടുത്ത ആൾ ഹദ്റത്ത് മസീഹ് അലി ഇസ്ലാമുമായി രക്തബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ
കുടുംബത്തിലെ അംഗമല്ല. അദ്ദേഹത്തിന് മുമ്പ്, അതായത് ചൗധരി സാഹിബിന് മുമ്പ് ഒരുപക്ഷെ മിർസ താഹിർ അഹമ്മദ് സാഹിബ്, ഖലീഫത്തുൽ മസീഹ് റാബി ആയിരുന്നു സദർ. ഏതായിരുന്നാലും അദ്ദേഹത്തിന് രക്തബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇദ്ദേഹത്തിന് രക്തബന്ധമൊന്നുമില്ല, ഈ കുടുംബത്തിൽപ്പെട്ട വ്യക്തിയുമല്ല. എന്നാൽ ആത്മീയ ബന്ധത്തിന്റെ കാര്യത്തിൽ ഓരോരുത്തരും തന്നെ കഴിവും പരിശ്രമവും ദ്വായും താഴ്മയും മുഖേന ആത്മീയ സന്തതികളാകാൻ അർഹരാകുന്നു. അതായത് ഹദ്റത്ത് മസീഹ് ഇസ്ലാമിന്റെ ആത്മീയ സന്തതികളാകാൻ അർഹരാകുന്നു. സത്യസന്ധനായ യഥാർത്ഥ മകനാകാൻ ശ്രമിക്കേണ്ടതാണ്. ഒരുപാട് ആളുകൾ ഔരസ സന്തതികളെക്കാൾ മുന്നേറുന്നവരാണ്. വാസ്തവത്തിൽ അവർ കേവലം ആത്മീയ സന്തതികളാകുന്നു. രക്തബന്ധം ഒരു ഭൗതികമായ ബന്ധമാകുന്നു. മതത്തിനോ ആത്മീയതയ്ക്കോ അതുമായി യാതൊരു ബന്ധവുമില്ല. ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന് തന്റെ സന്തതികളുമായിട്ടുള്ള യഥാർത്ഥ ബന്ധം ആത്മീയ ബന്ധം തന്നെയായിരുന്നു. ഈ കാര്യം ഹദ്റത്ത് മുസ്ലിമിന്റെ ഔര സന്തതികളും ബന്ധുക്കളും രക്തബന്ധമുള്ളവരും ഓർത്തിരിക്കേണ്ടതാണ്. അതായത് ഹദ്റത്ത് മസീഹ് ഇസ്ലാമിന് തന്റെ സന്തതികളുമായിട്ടുള്ള യഥാർത്ഥ ബന്ധം ആത്മീയ ബന്ധം തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, പ്രവാചകന്മാർ ആരുടെയും പിന്തുടർച്ചാവകാശികളാകുന്നതല്ല. അവർ പിന്തുടർച്ചയായി ആർക്കും ഒന്നും തന്നെ നൽകുന്നുമില്ല. കാരണം പിന്തുടർച്ചാവകാശം രക്തബന്ധത്തിൽ അധിഷ്ഠിതമാകുന്നു, അത് നിരാകരിക്കുകയാണ്. എന്നാൽ ആത്മീയ അനുഗ്രഹങ്ങളുടെ കാര്യമാണെങ്കിൽ അത് തന്നെയാണ് യാഥാർത്ഥ്യവും, അത് തന്നെയാണ് സത്യസന്ധ്യവും, അത് തന്നെയാണ് യുക്തിയും, അത് തന്നെയാണ് യഥാർത്ഥ പൊരുളും ആയിട്ടുള്ളത്. അതാണ് ഒരാളുടെ ആത്മീയ സന്തതികൾ. അവർ അള്ളാഹുവിന്റെ കൽപ്പനകളെ അവന്റെ അനുഗ്രഹവും ആഗ്രഹവും ഉത്തരവാദിത്വവും സ്ഥാപിക്കുന്നു. ഓരോ വ്യക്തിയും തന്നെ ആത്മാർത്ഥയും ത്യാഗവും അനുസരിച്ച് തന്റെ പ്രതിഫലം കരസ്ഥമാക്കേണ്ടതാണ്. വാസ്തവത്തിൽ ഈ ആത്മീയ സന്തതികൾ തന്നെയാണ് ഒരു ആത്മീയ വ്യക്തിയുടെ സന്തതികൾ. അദ്ദേഹത്തിന് ഒരു സന്തതികൾ ഒന്നും തന്നെ ഇല്ല. യഥാർത്ഥത്തിൽ മുസ്ലിമിന്റെ ആത്മീയ സന്തതികൾ തന്നെയാണ് യഥാർത്ഥ സന്തതികൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെ ആത്മീയ സന്തതികളെ സംബന്ധിച്ച് പറയുന്നു, അള്ളാഹു എന്റെ ദുആകൾ സ്വീകരിക്കുകയും അവരെ ആത്മീയ വ്യക്തിത്വങ്ങൾ ആക്കുകയും ചെയ്തു. കേവലം അവർ സന്തതികൾ ആകുന്നതിൽ ഏതെങ്കിലും മഹത്വം ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ദുആ ചെയ്യാൻ ആവശ്യമുണ്ടായിരുന്നില്ല, അവ സ്വീകരിക്കപ്പെടേണ്ട ആഗ്രഹവും ഉണ്ടാകുമായിരുന്നില്ല. ചുരുക്കത്തിൽ വാസ്തവം എന്തെന്നാൽ ആത്മീയ ബന്ധം സുദൃഢമാകണം. ഔരസബന്ധം ഇല്ലെങ്കിലും ശരി. അതുകൊണ്ട് തന്നെ കേവലം ഔരസന്തതികളാകുന്നത് വലിയൊരു കാര്യമാണ് ധരിക്കുന്നവർ അബദ്ധത്തിലാകുന്നു. ഇസ്ലാമിൽ ചില ആളുകൾ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തതികളോട് ശത്രുത വെച്ചു പുലർത്താൻ കാരണം അവർ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഔരസന്തതികൾ ആണെന്ന കാരണത്താലാണ്. എന്നാൽ അതും അബദ്ധമാകുന്നു. അവർ ഔരസന്തതികളായതുകൊണ്ട് അവർക്ക് ആദരവ് നൽകപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഈ ബന്ധം കാരണം ആരെങ്കിലും അവർക്ക് മഹത്വം നൽകുന്നുവെങ്കിൽ അവർ വിവരദോഷികൾ മാത്രമാണ്. ചുരുക്കത്തിൽ ഈ രണ്ട് കാര്യങ്ങളും ഇവിടെ വന്നു. ഔരസന്തതിയാണെന്ന് കരുതിക്കൊണ്ട് അവരോട് ശത്രു പുലർത്തുന്നവരും അബദ്ധത്തിലാകുന്നു. അല്ലെങ്കിൽ ആ കാരണം കൊണ്ട് അവർക്ക് ആദരവും മഹത്വവും നൽകുന്നുവെങ്കിൽ അവരും അബദ്ധമാണ് ചെയ്യുന്നത്. പറയുന്നു, ഇതിൽ യാതൊരു ആത്മീയതയുമില്ല, യാതൊരു വിധത്തിലുള്ള യുക്തിയുമില്ല. ഔരസന്തതികൾ ഈ ബന്ധത്തിൽ ഉറച്ചു നിൽക്കുകയും അവർക്കുള്ളിൽ ത്യാഗവും അർപ്പണവും നിസ്വാർത്ഥതയും ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകുന്നതാണ്. അവൻ തന്നെ സാമീപ്യവും സായുജ്യവും മുഖേന അനുഗ്രഹിക്കുന്നതുമാണ്. ഔരസന്തതികളിൽ ഈ ബന്ധം സുദൃഢമായി നിലനിൽക്കുകയും തിരുനബിയുടെ ആത്മീയ അനുഗ്രഹങ്ങൾ സ്വായത്തമാക്കുകയുമാണെങ്കിൽ അള്ളാഹു പ്രതിഫലവും നൽകുന്നതാണ്. തന്റെ സാമീപ്യവും സായുജ്യവും നൽകി അനുഗ്രഹിക്കുന്നതുമാണ്. ഔരസന്തതികൾ അല്ലാതായിരുന്നിട്ടും ആത്മീയ പ്രഭാവം സ്വീകരിച്ചുകൊണ്ട് തങ്ങളെ ഭൗതിക ദൃഷ്ടിയിൽ യഥാർത്ഥ മക്കളുടേതുപോലെ ആക്കുകയും ചെയ്തവരെ സംബന്ധിച്ച് അവർക്ക് രക്തബന്ധമില്ലാത്തതിനാൽ അവർ ദൈവദൃഷ്ടികൾ അന്തസ്ഥാനവും നേടുകയില്ല എന്ന് പറയുന്നതും അബദ്ധമാണ്. ചുരുക്കത്തിൽ രക്തബന്ധം ഇല്ലാതായിരുന്നിട്ടും ആത്മീയ സന്തതികളുമായി അതിന്റെ കർത്തവ്യങ്ങൾ നിറവേറ്റുകയാണെങ്കിൽ അവരെ പറ്റി അവർക്ക് അന്തസ്ഥാനവും നേടാൻ കഴിയുകയില്ല എന്ന് പറയുന്നത് തെറ്റാണ്. തുടർന്ന് പറയുന്നു, രണ്ട് കാര്യങ്ങളും അബദ്ധമാണ്. അതായത് സിറാത്ത് മുസ്തഖീമാകുന്നു ശരിയായത്. അതായത് അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ അന്തസ്സമോദാര്യം നേടുന്നവർ തന്നെയാണ് വിജയശ്രീലായതരാകുന്നത്. അവർ തങ്ങളുടെ കഴിവുകൾ അനുസരിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ കർമ്മങ്ങൾ ചെയ്യാൻ സൗഭാഗ്യം കരസ്ഥമാക്കുന്നു. അള്ളാഹുയുടെ പ്രയത്നങ്ങൾ സ്വീകരിക്കുന്നു. അവർക്ക് കാലത്തിന്റെ ദൈവിക നിയോഗിതരുമായിട്ട് ബന്ധം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി.
ആയതിനാൽ രക്തമുള്ളത് കൊണ്ട് തങ്ങളെ വലിയവരാണെന്ന് ഗണിക്കണമെന്ന് പറയുന്നവരും ബുദ്ധിക്ക് നിരക്കാത്ത കാര്യമാണ് പറയുന്നത്. രക്തമുള്ളത് കൊണ്ട് നന്നായെന്നും തങ്ങൾക്ക് പിന്തുടർച്ചാവകാശമായി അന്തസ്സും ആദരവും ലഭിച്ചിരിക്കുന്നുവെന്നും മനസ്സിലാക്കുകയാണെങ്കിൽ അത് തെറ്റാകുന്നു. ഇങ്ങനെ ആർക്കും പിന്തുടർച്ചാവകാശമായി അന്തസ്സും ആഭിജാത്യവും കിട്ടാറില്ല. അതേപോലെ രക്തബന്ധമില്ലാത്തതിനാൽ ആദരവും മഹത്വവും കിട്ടുകയില്ല എന്ന് കരുതുന്നതും തെറ്റാകുന്നു. രക്തമുള്ളത് കൊണ്ട് തീർച്ചയായും മഹത്വം ലഭിക്കുമെന്ന് കരുതുന്നതും അബദ്ധമാകുന്നു. യഥാർത്ഥത്തിൽ ആത്മീയ ബന്ധം എന്നത് തക്വ, ഭയഭക്തി, സ്വായത്ത് അധിഷ്ഠിതമാണ്. അള്ളാഹുവിനോട് വ്യക്തിഗത സ്നേഹം സ്ഥാപിക്കുന്നതിന്റെ, അള്ളാഹുവിന് വേണ്ടി ത്യാഗം അർപ്പണവും ചെയ്യുന്നതിന്റെ, തന്റെ വ്യക്തിത്വത്തിൽ മരണം സ്വായത്തമാക്കുന്നതിന്റെ, തന്നെ ഒന്നുമല്ലെന്ന് മനസ്സിലാക്കുന്നതിന്റെ തന്നെ ആഹുതി ചെയ്ത ശേഷം അള്ളാഹുവിൽ നിന്ന് പുതിയൊരു പരിശുദ്ധ ജീവിതം കരസ്ഥമാക്കുന്നതിന് പേരാകുന്നു. ഇതാണ് യഥാർത്ഥ ബന്ധം. ഒരു ബന്ധവും ഇത് കൂടാതെ ബന്ധമായിട്ടില്ല. പറയുന്നു, ചുരുക്കത്തിൽ കഴിഞ്ഞ 3 വർഷം ഖുദാമുൽ അഹ്മദിയ സവിശേഷമായ നിലയിൽ പുരോഗതി കൈവരിച്ചിരിക്കുന്നു. എന്നാൽ പർവ്വതശിഖരം പോലെ ഞങ്ങൾ അവസാന ശിഖരത്തിലെത്തി എന്ന് തങ്ങളുടെ ജോലി കഴിഞ്ഞു എന്ന് കരുതാൻ ഖുദാമുൽ അഹ്മദിക്ക് ഏതെങ്കിലും അവസാന ശിഖരം നിശ്ചയിച്ചിട്ടില്ല. ഈ അവസാന ശിഖരമില്ലാത്ത പർവ്വതാരോഹണമാകുന്നു. ഈ പർവ്വതത്തിന്റെ മുകളിൽ ഭൂമിയുടെ പരിപാലകനായ അള്ളാഹുവാണ് ഉള്ളത്. മനുഷ്യനും അള്ളാഹുവും ഇടയിലുള്ള ദൂരം പരിധിയില്ലാത്തതാകുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ഒരിടത്ത് ക്ഷീണിച്ചിരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരിടത്ത് നിന്ന് തങ്ങൾക്ക് നേരിടേണ്ടതെല്ലാം നേടിയെന്ന് കരുതുന്നതും ശരിയല്ല. നമുക്ക് നിശ്ചയവുമായ പുരോഗതികളും ഉന്നതികളും നിർണയിച്ചു തന്നിരിക്കുന്നു. നമ്മൾ പരിശ്രമിക്കുകയും യഥാർത്ഥത്തിൽ അള്ളാഹുവിന് മുന്നിൽ നമ്മുടെ ഉള്ളിൽ ആത്മാർത്ഥയും ത്യാഗവും അവനോടുള്ള അനുരക്തിയും കാണുകയുമാണെങ്കിൽ അവൻ നമുക്ക് മേൽ അനുഗ്രഹങ്ങൾ ചൊരിയുന്നതും അത് തുടരുന്നതുമാണ്. അങ്ങനെ ഒരാൾ അള്ളാഹുവിൽ നിന്ന് വീണ്ടും കൂടുതൽ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കുകയും തന്റെ സ്വേച്ഛയിൽ നിന്ന് കൂടുതൽ അകലുകയും ചെയ്യുന്നതാണ്. ചുരുക്കത്തിൽ ഈ വാക്കുകൾ അദ്ദേഹം ചൗധരി സാഹിബിന് നൽകിയ ഉപദേശമാണ്. ചൗധരി സാഹിബ് മുഖേന ഇന്ന് നമ്മളിലേക്കും ഈ വാക്യങ്ങൾ എത്തിയിരിക്കുന്നു. ചുരുക്കത്തിൽ ഈ വാക്കുകൾ അദ്ദേഹം ചൗധരി സാഹിബിനും നൽകിയ ഉപദേശമാണ്. ചൗധരി സാഹിബ് മുഖേന ഇന്ന് നമ്മളിലേക്കും ഈ വാക്കുകൾ എത്തിയിരിക്കുന്നു. വഖഫ് ചെയ്തവരും ജോലി ചെയ്യുന്നവരും ഹദ്റത്ത് മസീഹ് ഇസ്ലാമിന്റെ കുടുംബവുമായി ബന്ധമുള്ള ഓരോ വ്യക്തിയും ഈ കാര്യങ്ങൾ ചിന്തിക്കുകയും അതോടൊപ്പം ചൗധരി സാഹിബിന് വേണ്ടിയും ദുആ ചെയ്യുകയും വേണം. അദ്ദേഹം കാരണമാണ് ഈ സുവർണ വഴികൾ നമുക്ക് കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞത്. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹി തആല 1970 ഖുദാമുൽ അഹ്മദിയ കേന്ദ്രീയമായി സംവേദന കൊണ്ട് അദ്ദേഹത്തെ പറ്റി പറയുന്നു. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹി തആല 1970 ഖുദാമുൽ അഹ്മദിയ കേന്ദ്രീയമായി സംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ പറ്റി പറയുന്നു, ഞാൻ ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമുമായി രക്തബന്ധം ഒന്നുമില്ലെങ്കിലും ഉറച്ച ആത്മീയ ബന്ധമുള്ള കുട്ടിയെയാണ് ഖുദാമുൽ അഹ്മദിയുടെ അധ്യക്ഷപദം നൽകിയത്. അള്ളാഹു അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി. അദ്ദേഹത്തിന്റെ പ്രയത്നങ്ങളിൽ അനുഗ്രഹം ചൊരിയുകയും ചെയ്യും. നമ്മുടെ ദുആകൾ സ്വീകരിക്കുകയും ചെയ്തു. ഇദ്ദേഹം ഖുദാമുൽ അഹ്മദിയ സദർ എന്ന പദവിയിൽ നിന്ന് തന്റെ കാലാവധി പൂർത്തിയാക്കി വിരമിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ യാത്രയപ്പ് പരിപാടിയിൽ മംഗളപത്രം സമർപ്പിക്കുകയുണ്ടായി. അതിൽ എഴുതിയിരുന്നൊരു കാര്യം അതിശയോക്തിപരമാണെന്ന് പറയാൻ കഴിയില്ല. അതിൽ പറയുന്നു, ഇന്ന് ഈ പ്രത്യേക പരിപാടി ചൗധരി സാഹിബിന് വേണ്ടിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ചൗധരി സാഹിബിന്റെ 4ാമത്തെ അധ്യക്ഷ സ്ഥാനം ഖുദാമുൽ അഹ്മദ് ചരിത്രത്തിൽ ഒരു സുവർണ അധ്യായമാണ് കൂട്ടിച്ചേർത്തത്. ഇതിൽ ആഗോള ഖുദാമുൽ അഹ്മദിയ അതിന്റെ ഗുണത്തിലും ഗണത്തിലും ഉസൂർ അയ്യല്ലാഹു ബിൻ നസ്റുൽ അസീസിന്റെ പ്രത്യേക നിർദ്ദേശങ്ങൾ തങ്ങളുടെ സമ്മേളനങ്ങളിൽ 3 ഖിലാഫത്ത് കാലത്തുള്ള കാര്യമാണ്. എല്ലാ വകുപ്പിലും പ്രകടമായ പ്രവർത്തനങ്ങൾ നടത്തി. ചൗധരി സാഹിബ് വളരെ വിനയാന്വിതനായി നിസ്വാർത്ഥമായി തുടർച്ചയായ പരിശ്രമം മുഖേന യുവതലമുറയിൽ അനുസരണവും ഖിലാഫത്തുമായുള്ള ബന്ധം തുടങ്ങിയ ഹൃദയഹാരിയായ ഗുണങ്ങൾ പ്രകാശിതമാക്കി. അത് അവരുടെ ഭാവിയിൽ വലിയൊരു അടയാളമായി മാറുന്നതാണ്.
ഇൻഷാ അല്ലാഹ് താല. അദ്ദേഹത്തിന്റെ അധ്യക്ഷ കാലഘട്ടത്തിൽ സയ്യിദ്നാ ഹദ്റത്ത് അമീറുൽ മുഅ്മിനീൻ ഖലീഫത്തുൽ മസീഹ് സാലിസ് അയ്യല്ലാഹു തആലയുടെ ആഗ്രഹപ്രകാരം എല്ലാ വകുപ്പുകളും പ്രകടമായ പുരോഗതി കൈവരിച്ചു. അദ്ദേഹത്തിന്റെ കാലത്ത് ഹദ്റത്ത് മുസ്ലിം മൗദ് ഉൾപ്പെട്ട ഉപദേശങ്ങളെ മശലെ റാ എന്ന പേരിൽ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചു. അത്ഫൽ അഹമ്മദിക്ക് വേണ്ടി യാദ് രഖ്നേക്ക് ബാത്തേം ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ പ്രസിദ്ധപ്പെടുത്തി. കേന്ദ്ര മജ്ലിസിന്റെ പൊതുവായും സവിശേഷവുമായും സാമ്പത്തിക സംവിധാനം ശക്തമാക്കി. അദ്ദേഹം എപ്പോഴും സ്നേഹത്തോടെയും അർപ്പണബോധത്തോടെയും ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹിന്റെ എല്ലാ ആജ്ഞകളെയും നിർദ്ദേശിക്കുകയും ഹൃദയാത്മാ സ്വീകരിക്കാനും ഹുസൂറിന്റെ എല്ലാ നിർദ്ദേശങ്ങളും വാക്കിലും പ്രവൃത്തിയിലും പ്രാവർത്തികമാക്കാനും സാധ്യമായ എല്ലാ മാർഗങ്ങളും അവലംബിക്കാനും ഉണ്ട്. അധ്യക്ഷ പദവിയുടെ മഹത്തായ ഉത്തരവാദിത്തത്തിന് മുമ്പ് വ്യത്യസ്ത സന്ദർഭത്തിൽ അദ്ദേഹത്തിന് കേന്ദ്ര പ്രവർത്തക സമിതി അംഗം എന്ന നിലയ്ക്ക് സേവനത്തിന് അവസരം ലഭിച്ചിട്ടുണ്ട്. ഈ യാത്രയപ്പ് പരിപാടിയിൽ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് റളിയല്ലാഹു തആലയും പങ്കെടുത്തിരുന്നു. അദ്ദേഹം ചെയ്ത ഹ്രസ്വ ഭാഷണത്തിൽ നിന്ന് ചെറിയൊരു ഭാഗം ഞാൻ കേൾപ്പിക്കാം. പോകുന്നയാൾക്ക് സാലിസ് പറയുന്നു, പോകുന്നയാൾക്ക് അള്ളാഹു ഏറ്റവും നല്ല പ്രതിഫലം നൽകട്ടെ എന്നും പുതുതായി വരുന്ന ആൾക്ക് അള്ളാഹു ഏറ്റവും നല്ല സ്വീകൃതയോഗ്യമായ സേവനത്തിന് അവസരം നൽകട്ടെ എന്നും പ്രാർത്ഥിക്കാം. മജ്ലിസ് ഖുദാമുൽ അഹ്മദിയ വിവിധ വട്ടങ്ങളിലൂടെ കടന്ന് ഇന്ന് കാണുന്ന സ്ഥാനത്ത് എത്തിയത്. ആരംഭത്തിൽ അത് ചെറിയൊരു വിത്ത് പോലെയായിരുന്നു. ഇന്ന് ആരോഗ്യമുള്ള യുവത്വത്തിലെത്തിയ ഭംഗിയുള്ള വൃക്ഷം പോലെ ആ വിത്ത് മാറിയിരിക്കുന്നു. എല്ലാ അധ്യക്ഷസ്ഥാനവും തങ്ങളുടെ അധ്യക്ഷകാലത്ത് തങ്ങളുടെ കാലഘട്ടത്തിലാണ് 2 തരത്തിലാണ് ജോലികൾ തുറന്നു തന്നിരുന്നത്. ചിലർ വളരെ നല്ല നിലയിൽ, ചിലർ ഇടത്തരം നിലയിലും, ചിലർ തങ്ങളുടെ കാലം ചില വശങ്ങളിലൂടെ കഴിച്ചു കൂട്ടുകയാണ് ചെയ്തത്. ഏതായാലും എല്ലാ അധ്യക്ഷന്മാരും 1-2 കാര്യങ്ങൾ ചെയ്തത്. ഒന്ന്, സമ്പ്രദായമായി കഴിഞ്ഞ കാര്യങ്ങളെ സ്ഥാപിതമാക്കാൻ ശ്രമിച്ചു. രണ്ടാമത്തേത്, ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ നേരിടാൻ പരിശ്രമിച്ചു. പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നു, പുതിയ അംഗങ്ങൾ ഉണ്ടാകുന്നു, അവരെ നേരിടാൻ പരിശ്രമിച്ചു. ഒരു ജീവൽ അസ്തിത്വത്തിന് ഈ 2 കാര്യങ്ങൾ തന്നെയാണ് ചെയ്യാനുള്ളത്. തുടർന്ന് പറഞ്ഞു, മജ്ലിസ് ഖുദാമുൽ അഹ്മദിയുടെ ജീവിതം ഖിയാമത്ത് വരേക്കും ഉണ്ടാകുന്നതാണ്. കാരണം ഈ സംഘടനയുടെ ബന്ധം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹദിയുടെ ജീവരക്തവുമായിട്ടാകുന്നു. അതിനെ പറ്റി നൽകിയിട്ടുള്ള സുവാർത്ത, ഖിലാഫത്ത് വരെയുള്ള അതിന്റെ ഉത്തരവാദിത്വം ജമാഅത്തിന് മേൽ അർപ്പിച്ചിരിക്കുന്നു എന്നാണ്. ഖിയാമത്ത് വരെയുള്ള ഉത്തരവാദിത്വം അടിസ്ഥാനപരമായും വിശദാംശമായും മുഹമ്മദിയ ഉമ്മത്തുമായി ഇസ്ലാമുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അഹമ്മദിയ ജമാഅത്തിന്റെ ജീവിതം ഖിയാമത്ത് വരെ ഉള്ളതാകുന്നു. അതുകൊണ്ട് അഹമ്മദിയ ജമാഅത്തിന്റെ സകല പോഷക ഘടകങ്ങളുടെയും ജീവിതവും ഖിലാഫത്ത് വരെ ഉള്ളതാകുന്നു. ഓരോ ഘട്ടത്തിലും അടിസ്ഥാന സംവിധാനം യഥാർത്ഥ സംവിധാനം, അതായത് ജമാഅത്തി സംവിധാനമാണെങ്കിലും പോഷക ഘടകങ്ങളാണെങ്കിലും അത് കടന്നു പോകുന്ന എല്ലാ കാലഘട്ടത്തിലും ആദ്യത്തിലെ സൗന്ദര്യവും ഭംഗിയും സംരക്ഷിക്കുകയും അതിൽ നിന്ന് വർധനവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യേണ്ടതാണ്. ഇതിന്റെ നേതൃത്വ പദവി അത് നൽകപ്പെടുന്നവരുടെ കർത്തവ്യമാകുന്നു. തുടർന്ന് പറയുന്നു, നമുക്ക് എവിടെയും നിന്നു പോകാൻ സാധ്യമല്ല. നിന്നു പോകുന്നത് മരണം പോലെയാണ്. ഇത് ജീവിതത്തിന്റെ ഒരു അടിസ്ഥാന പാഠമാകുന്നു. ചുരുക്കത്തിൽ നമുക്ക് എവിടെയും നിലച്ചു പോകാൻ സാധ്യമല്ല. നിലച്ചു പോകുന്നത് മരണം പോലെയാണെന്നും ഇത് ജീവിതത്തിന്റെ അടിസ്ഥാന പാഠമാണെന്നും നമ്മുടെ എല്ലാ തരത്തിലുള്ളവരും, എല്ലാ പോഷകഘടകവും, എല്ലാ ജമാഅത്ത് ഭാരവാഹിയും നല്ല പോലെ ഓർക്കേണ്ടതാണ്. പറയുന്നു, പുതുതായി വരുന്ന ഓരോ സദറിനും നേരത്തേതിനും അധികം ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുന്നു. കാരണം അതിന് മുമ്പുള്ള സദറിന് 2 വർഷം മുമ്പ് ആദ്യത്തെ സദർ അന്നത്തെ അവസ്ഥയ്ക്കനുസരിച്ച് നൽകിയ പ്രവർത്തനങ്ങളുമായി മുന്നേറണം. പ്രവർത്തനങ്ങൾ വിശാലമായി കൊണ്ടിരിക്കുന്നു.
പുതിയ നിർദ്ദേശങ്ങൾ കേന്ദ്ര നിർദ്ദേശങ്ങൾ, അതായത് ഖിലാഫത്തിൽ നിന്ന് വരുന്നു. കാലത്തിന്റെ ഖലീഫയിൽ നിന്ന് പുതിയ നിർദ്ദേശങ്ങൾ ലഭിക്കുന്നു. പുതിയ ഉത്തരവാദിത്തങ്ങൾ പുതിയ അവസ്ഥയ്ക്കനുസരിച്ച് നൽകപ്പെടുന്നു. പഴയ സമ്പ്രദായങ്ങളെ നിലനിർത്തേണ്ടതുണ്ട്. പുതിയ ആവശ്യങ്ങൾ നിറവേറ്റാനും പുതിയ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും പുതിയ പരിശ്രമവും ലക്ഷ്യബോധത്തോടെ ചെയ്യണം. അള്ളാഹു പ്രിയ സഹോദരനും യുവാവുമായ ഹമീദുല്ല സാഹിബിന് അദ്ദേഹം ജമാഅത്തിന് വേണ്ടി ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയതിൽ നല്ല പ്രതിഫലം നൽകുകയും മറ്റ് വകുപ്പുകളുടെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ചുമതലയിൽ വന്നാലും അവസാന സമയം വരെയും അദ്ദേഹത്തിന് നല്ല നിലയിൽ അതെല്ലാം ചെയ്തു തീർക്കുവാൻ കഴിയുമാറാകട്ടെ. 1974 അടിയന്തര ഘട്ടത്തിൽ ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹി തആല യുടെ നിർദ്ദേശപ്രകാരം അടിയന്തര സെൽ ഉണ്ടാക്കിയപ്പോൾ അതിലും അദ്ദേഹം സുപ്രധാന സേവനങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹിയുടെ ലണ്ടൻ ഹിജ്റത്തിന് ശേഷം ഹുസൂറിന്റെ നിർദ്ദേശപ്രകാരം ഇവിടെ വന്നു. 1 വർഷത്തിലധികം ഇവിടെ താമസിച്ചു. ഇവിടെയും ജമാഅത്തിന്റെ കേന്ദ്ര സംവിധാനം പുനഃസ്ഥാപിക്കുന്നതിലും അതിനെ ക്രമപ്പെടുത്തുന്നതിലും അദ്ദേഹം വളരെ നല്ല പങ്കാണ് നിർവഹിച്ചത്. 1982 മുതൽ 1999 വരെ സദർ മജ്ലിസ് അൻസാറുള്ള എന്ന നിലയ്ക്ക് സേവനം അനുഷ്ഠിച്ചു. അക്കാലത്ത് ഇത്ര വർഷം ഇന്ന എന്ന നിബന്ധനയൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം 17 വർഷം സദർ മജ്ലിസ് അൻസാറുള്ളയായിരുന്നു. അൻസാറുള്ള സദർ ആയിരുന്നപ്പോൾ അൻസാറുള്ള സംബന്ധിച്ച് ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ ഉപദേശങ്ങൾ സബീലുർ റഷാദ് എന്ന പേരിൽ ആദ്യത്തെ വാള്യം പ്രസിദ്ധീകരിച്ചു. ഗസ്റ്റ് ഹൗസ് വിപുലീകരിക്കാനും നിർമ്മിക്കാനുമുള്ള വിലപ്പെട്ട സേവനങ്ങളും ചെയ്തിരുന്നു. 1989 ജമാഅത്തിന്റെ ശതവാർഷിക ജൂബിലി മൻസൂബെ ബന്ദി കമ്മിറ്റിയുടെ സദർ എന്ന നിലയ്ക്കും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് അദ്ദേഹത്തിന് ശതവാർഷിക ജൂബിലി മൻസൂബബന്ദി കമ്മിറ്റിയുടെ സെക്രട്ടറിയായും സേവനത്തിന് തൗഫീക്ക് ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര കമ്മിറ്റി 2000 സദർ എന്ന നിലയ്ക്ക് സേവനമനുഷ്ഠിച്ചിരുന്നു. 2005 അദ്ദേഹം ഖിലാഫത്ത് ശതവാർഷിക ജൂബിലി കമ്മിറ്റിയുടെ സദർ ആയി നിശ്ചയിക്കപ്പെട്ടത്. അതുകൊണ്ട് ഇതുവരെയും അദ്ദേഹം തന്നെയായിരുന്നു ഇതിന്റെ അധ്യക്ഷൻ. ഇപ്പോഴും അതിന്റെ പല കാര്യങ്ങളും പ്രസിദ്ധപ്പെടുത്തുന്നുണ്ട്. 2003 ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹിയുടെ വഫാത്തിന്റെ വേളയിൽ ഖിലാഫത്ത് തെരഞ്ഞെടുപ്പ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കാനുള്ള ബഹുമതിയും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. വക്കീൽ ആല എന്ന നിലയ്ക്ക് ആഫ്രിക്കയിലും യൂറോപ്പിലും സഹിതം നിരവധി രാഷ്ട്രങ്ങളിൽ പര്യടനം നടത്തിയിട്ടുണ്ട്. 1973 സയ്യിദ് മീർ ദാവൂദ് അഹമ്മദ് സാഹിബിന്റെ വഫാത്തിനെ തുടർന്ന് ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹി തആല അദ്ദേഹത്തെ ഓഫീസർ ജൽസ സാലാന ആയി ജൽസ സാലാനയുടെ വേതനവും അങ്ങനെ വർദ്ധിച്ച് വരികയായിരുന്നു. 1983 ശേഷം പാകിസ്ഥാനിൽ ജൽസ സാലാന നടന്നിട്ടില്ലെങ്കിലും സംവിധാനം അവിടെ തുറന്നു വരുന്നുണ്ട്. അത് നിർത്തിവെക്കാൻ അനുമതി നൽകിയിട്ടില്ല. അള്ളാഹു എപ്പോൾ തൗഫീഖ് തന്നാലും അവസ്ഥകൾ എപ്പോൾ മെച്ചപ്പെട്ടാലും കൂടുതൽ ആളുകൾക്ക് എങ്ങനെ സംവിധാനമൊരുക്കാമെന്ന കാര്യത്തിൽ കൃത്യമായി അവസ്ഥകളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അദ്ദേഹത്തിന് നല്ല സംഘാടക കഴിവുണ്ടായിരുന്നു. അതനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ജൽസസാലാന ഓഫീസർ ആകുന്നതിന് മുമ്പ് വ്യത്യസ്ത നിലകളിൽ ജൽസസാനയുടെ സംവിധാനത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 1991 ഖാദിയാൻ ജൽസസാലാനയിൽ ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആല അവിടെ പോയിരുന്നു. ഹുസൂർ അവിടുത്തെ ഓഫീസർ ജൽസസാലാനിയായി അദ്ദേഹത്തെ നിയമിച്ചു. തുടർന്ന് അദ്ദേഹത്തെ ശ്ലാഘിച്ചുകൊണ്ട് ഖുതുബയിൽ പറഞ്ഞു, പാകിസ്ഥാനിൽ നിന്ന് ചൗധരി ഹമീദുല്ല സാഹിബും മിയാ ഗുലാം ഖാദിർ സാഹിബും ഖാദിയാനിലേക്ക് പോയി.
നീണ്ടകാലം വളരെ അധ്വാനത്തോടെ പ്രവർത്തിക്കുകയുണ്ടായി. പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും എന്റെ എല്ലാ നിർദ്ദേശങ്ങളും അനുസരിച്ച് എല്ലാ തയ്യാറെടുപ്പിലും വളരെ നല്ല രീതിയിൽ സേവനങ്ങളും ചെയ്തിട്ടുണ്ട്. ഖാദിയാനിലെ ചെറിയൊരു അഹമ്മദിയ സമൂഹത്തിന് ഇത്രയും വലിയ സംവിധാനം മനസ്സിലാക്കാൻ തന്നെ കഴിയുമായിരുന്നില്ല. 1977 ഓഫീസർ ജസസാലന റബുവ എന്ന പദവിക്ക് പുറമെ നാസർ റിയാഫത്ത് ആയും നിയമിക്കപ്പെട്ടു. 1977 മുതൽ 1987 വരെ നാസിർ റിയാഫത്തായി സേവനമനുഷ്ഠിച്ചിരിക്കുന്നു. ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആലയുടെ ലണ്ടൻ ഹിജ്റത്തിന് ശേഷം ഹുസൂറിന്റെ നിർദ്ദേശപ്രകാരം ഇവിടെ വന്നു. 1 വർഷത്തിലധികം ഇവിടെ താമസിച്ചു. ഇവിടെയും ജമാഅത്തിന്റെ കേന്ദ്ര സംവിധാനം സ്ഥാപിക്കുന്നതിലും അതിനെ മെച്ചപ്പെടുത്തുന്നതിലും അദ്ദേഹം വളരെ നല്ല റോളാണ് നിർവഹിച്ചത്. 1982 മുതൽ 99 വരെ സദർ ബൈ സൻസാറുള്ള എന്ന നിലയിൽ സേവനമനുഷ്ഠിച്ചു. അക്കാലത്ത് ഇത്ര വർഷം എന്ന നിബന്ധന ഇല്ലായിരുന്നു. ഏകദേശം 17 വർഷം സദർ ആയിരുന്നപ്പോൾ അൻസാറുള്ള അദ്ദേഹത്തെ സംബന്ധിച്ച് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ ഉപദേശങ്ങൾ സബീൽ റിഷാദ് എന്ന പേരിൽ ആദ്യത്തെ വാള്യം പ്രസിദ്ധീകരിച്ചു. ഗസ്റ്റ് ഹൗസ് വിപുലീകരിക്കാനും നിർമ്മിക്കാനുള്ള വിലപ്പെട്ട സേവനങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. 1989 ജമാഅത്തിന്റെ ശതവാർഷിക ജൂബിലി മൻസൂബന്ദി കമ്മിറ്റിയുടെ സദർ എന്ന നിലയ്ക്കും സേവനം ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് അദ്ദേഹത്തിന് ശതവാർഷിക ജൂബിലി മൻസൂബന്ദി കമ്മിറ്റിയുടെ സെക്രട്ടറിയായും സേവനത്തിന് തൗഫീക്ക് ലഭിച്ചിട്ടുണ്ട്. 2005 ഖിലാഫത്ത് ശതവാർഷിക ജൂബിലി കേന്ദ്ര കമ്മിറ്റി 2008 സദർ എന്ന നിലയ്ക്ക് സേവനം ചെയ്തിട്ടുണ്ട്. 2005 അദ്ദേഹം ഖിലാഫത്ത് ശതവാർഷിക ജൂബിലി കമ്മിറ്റിയുടെ സദർ ആയി നിയമിക്കപ്പെട്ടത്. ഇത് സ്ഥായിയായ ഒരു പ്രവർത്തനമായിരുന്നു. അതുകൊണ്ട് ഇതുവരെയും അദ്ദേഹം തന്നെയായിരുന്നു ഇതിന്റെ അധ്യക്ഷൻ. ഇപ്പോഴും അതിന്റെ പല കാര്യങ്ങളും പ്രസിദ്ധപ്പെടുത്തി വരുന്നുണ്ട്. 2003 ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആലയുടെ വഫാത്ത് വേളയിൽ ഖിലാഫത്ത് തെരഞ്ഞെടുപ്പ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കാനുള്ള ബഹുമതിയും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. വക്കീലിൽ ആല എന്ന നിലയ്ക്ക് ആഫ്രിക്കയും യൂറോപ്പും സഹിതം നിരവധി രാഷ്ട്രങ്ങളിൽ പര്യടനം നടത്തിയിട്ടുണ്ട്. 1973 സയ്യിദ് മീർ ദാവൂദ് അഹമ്മദ് സാഹിബിന്റെ വഫാത്തിനെ തുടർന്ന് ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹി തആല അദ്ദേഹത്തെ ഓഫീസർ ജസ്റ്റിസ് സാലാനിയായി നിയമിച്ചു. 1973 മുതൽ വഫാത്ത് വരെയും ഓഫീസർ ജൽസ സാലാന എന്ന നിലയ്ക്ക് സേവനം ചെയ്തു വരികയായിരുന്നു. 1983 ശേഷം പാകിസ്ഥാനിൽ ജൽസ സാലാന നടന്നിട്ടില്ലെങ്കിലും സംവിധാനം അവിടെ തുടർന്നു വരുന്നുണ്ട്. അത് നിർത്തൽ ചെയ്തിട്ടില്ല. അള്ളാഹു എപ്പോൾ തൗഫീക്ക് നൽകിയാലും അവസ്ഥകൾ എപ്പോൾ മെച്ചപ്പെട്ടാലും കൂടുതൽ കൂടുതൽ ആളുകൾക്ക് എങ്ങനെ സംവിധാനം ഒരുക്കാമെന്ന കാര്യത്തിൽ കൃത്യമായി അവസ്ഥകളെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് നല്ല സംഘാടക കഴിവുണ്ടായിരുന്നു. അതനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുമായിരുന്നു. ജസ്റ്റിസ് സാലാന ഓഫീസറാകുന്നതിന് മുമ്പ് വ്യത്യസ്ത നിലകളിൽ ജസ്റ്റിസ് സാലാനിയുടെ സംവിധാനത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 1991 ഖാദിയാൻ ജസ്റ്റിസ് സാലാനിയിൽ ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഹുസൂർ അദ്ദേഹത്തെ ഓഫീസർ ജസ്റ്റിസ് സാലാനിയായി നിശ്ചയിച്ചു. തുടർന്ന് അദ്ദേഹത്തെ ശ്ലാഘിച്ചുകൊണ്ട് ഖുതുബയിൽ പറഞ്ഞു, പാകിസ്ഥാനിൽ നിന്ന് ചൗധരി ഹമീദുല്ല സാഹിബും മിയാ ഗുലാം അഹമ്മദ് സാഹിബും ഖാദിയാനിൽ പോയി ദീർഘകാലം വളരെ അധ്വാനത്തോടെ പ്രവർത്തിക്കുകയുണ്ടായി. പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും എന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് എല്ലാ തയ്യാറെടുപ്പിലും വളരെ നല്ല നിലയിൽ സേവനങ്ങളും ചെയ്തു. ഖാദിയാനിലെ ചെറിയൊരു അഹമ്മദിയ സമൂഹത്തിന് ഇത്രയും വലിയ സംവിധാനം ഒരുക്കാൻ കഴിയുമായിരുന്നില്ല. 1977 ഓഫീസർ ജൽസ സാലാന റബുവ എന്ന പദവിക്ക് പുറമെ നാസിർ ദിയാഫത്ത് ആയും സേവനം നിയമിക്കപ്പെട്ടു. 1977 മുതൽ 1987 വരെ നാസിർ ദിയാഫത്തായി സേവനം അനുഷ്ഠിച്ചു. അദ്ദേഹത്തിന്റെ സന്തപ്ത കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ റളിയ ഖാനത്ത്
ഇത് കൂടാതെ ഒരു മകനും 2 പെൺമക്കളുമുണ്ട്. മകൻ കനഡയിൽ താമസിക്കുന്ന റഷീദുള്ള സാഹിബാണ്. പെൺമക്കളിൽ ഒരാൾ ഇവിടെ ലണ്ടനിലാണ്. സഹീർ ഹയാസ് സാഹിബിന്റെ ഭാര്യയാണ്. രണ്ടാമത്തെ മകൾ റിദ്വാന ഹമീദാണ്. ഇവർ കമാൽ യൂസുഫ് സാഹിബിന്റെ മരുമകൾ ആകുന്നു. അതായത് നിസാർ അഹമ്മദ് സാഹിബിന്റെ ഭാര്യ സ്വീഡനിലാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നു, 1960 ആണ് ഞങ്ങളുടെ വിവാഹം നടന്നത്. വിവാഹശേഷം എനിക്ക് കാണാൻ കഴിഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിന് കിട്ടിയിരുന്ന അലവൻസിൽ നിന്ന് ഏറ്റവും ആദ്യം ചന്ത മാറ്റിവെക്കുമായിരുന്നു. എന്നോടും ആദ്യം ചന്ത മാറ്റിവെക്കാൻ, അതിനുശേഷമുള്ളതിൽ നിന്ന് മറ്റ് ചെലവുകൾ നടത്താനും പറയുമായിരുന്നു. എന്നോട് വസീയത്ത് ചെയ്യാനും ഉപദേശിക്കുകയുണ്ടായി. വിവാഹ സമയത്ത് ചൗധരി സാഹിബിന്റെ അലവൻസ് 80 രൂപയായിരുന്നു. ഇന്ന് ആർക്കും ചിന്തിക്കാൻ പോലും സാധ്യമല്ല. അന്ന് ചെലവ് കുറഞ്ഞ കാലവുമായിരുന്നു. എങ്കിലും 80 രൂപ വളരെ നിസ്സാര തുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ശമ്പളം 80 രൂപയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വരുമാനത്തിൽ നിന്ന് ചന്ത മാറ്റിയാൽ വീട്ടിലെ ചെലവ് എങ്ങനെയാണ് നടത്തുക എന്ന കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ ചന്തയുടെ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹവും ലഭ്യമായിരുന്നു. വളരെ സമാധാനപൂർവ്വം ദിവസങ്ങൾ കഴിഞ്ഞുപോയിരുന്നു. കോളേജിലായിരുന്നതുകൊണ്ട് എന്റെ ധാരണ പ്രകാരം കോളേജിലുള്ളവർക്ക് മറ്റുള്ള ജോലിക്കാരെ അപേക്ഷിച്ച് ശമ്പളം, അതായത് അലവൻസ് കൂടുതലായിരുന്നു. മറ്റു ജോലിക്കാർക്ക് അതിനേക്കാൾ കുറവാണ് കിട്ടിയിരുന്നത്. അതായത് മുറബിമാർക്കും വാഖഫിനെ ദിന്ദഗിക്കും ഒക്കെ. അവർ എഴുതുന്നു, അദ്ദേഹം തഹജ്ജുദിൽ കൃത്യനിഷ്ഠയുള്ള ആളായിരുന്നു. 5 നേര നമസ്കാരങ്ങൾ ജമാഅത്തായി മസ്ജിദിൽ അല്ലെങ്കിൽ ഓഫീസിൽ അനുഷ്ഠിക്കുമായിരുന്നു. അസുഖമാണെങ്കിൽ വീട്ടിൽ നമസ്കരിക്കും. നമസ്കാരത്തിൽ പ്രത്യേകം ശുഷ്കാന്തിയായിരുന്നു. അവസാനം വരെയും നമസ്കാരങ്ങളെല്ലാം കൃത്യമായി അനുഷ്ഠിച്ചിരുന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്കും തഹജ്ജുദിനുള്ള ശീലമായി. ഞാൻ എല്ലാം തന്നെ അദ്ദേഹത്തിൽ നിന്നാണ് പഠിച്ചത്. പറയുന്നു, എന്നോട് അദ്ദേഹം വളരെ നല്ല നിലയിലാണ് പെരുമാറിയിരുന്നത്. വീട്ടിൽ എന്തൊരു സാധനം കൊണ്ടുവന്നാലും ആദ്യം എനിക്ക് തരുമായിരുന്നു. പിന്നെയാണ് കുട്ടികൾക്ക് കൊടുത്തിരുന്നത്. അധികവും ജോലി കഴിഞ്ഞ് വൈകിയാണ് വീട്ടിൽ വന്നിരുന്നത്. ഒരുപാട് രാത്രിയാകും വരെയും ഓഫീസുകളിൽ ജോലി ചെയ്തിരുന്നു. അവർ പറയുന്നു, എന്നെ ശല്യപ്പെടുത്താതെ പുറത്തെ വാതിലിന്റെ താക്കോലുമായി സ്വന്തമായി വാതിൽ തുറന്നിരുന്നു. വൈകിയാലും ഒരിക്കലും ബെല്ലടിച്ചിരുന്നില്ല, ഉണർത്തിയിരുന്നുമില്ല. ഭക്ഷണം ആവശ്യമുള്ളത് കലത്തിൽ നിന്നെടുത്ത് കഴിക്കുമായിരുന്നു. ഞാൻ ആവശ്യമുള്ള ഭക്ഷണം വെച്ചിരുന്നു. റൊട്ടി അടുത്ത് തന്നെ വെക്കുമായിരുന്നു. ഞാൻ ഉറങ്ങിയിട്ടുണ്ടാകും. അദ്ദേഹം പുറത്തുനിന്ന് വന്ന് സ്വയം തന്നെ ഭക്ഷണം ചൂടാക്കി കഴിച്ചിരുന്നു. ഒരിക്കലും ഭക്ഷണത്തിനും വസ്ത്രത്തിനും ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നില്ല. കിട്ടിയ ഭക്ഷണം സന്തോഷത്തോടെ കഴിക്കുമായിരുന്നു. ഞാൻ കൊടുക്കുന്ന വസ്ത്രം സന്തോഷപൂർവ്വം ധരിച്ചിരുന്നു. ഒരിക്കലും വിമർശിച്ചിട്ടില്ല. വീടുകളിൽ സമാധാനവും ശാന്തിയും നിലനിർത്താൻ ഇത് വളരെ അനിവാര്യമാകുന്നു. ഇതനുസരിച്ച് പ്രവർത്തിച്ചാൽ വീടുകളിലെ പകുതി പ്രശ്നങ്ങൾ അല്ല 80% പ്രശ്നങ്ങളും ഒരിക്കലും ഉണ്ടാകുന്നതല്ല. ശ്രോതാക്കൾ, ഭാരവാഹികൾ, അറിയപ്പെടുന്ന ജീവനക്കാർ, ജീവനക്കാരുടെ കുടുംബക്കാർ, മറ്റ് അറിയുന്ന ആളുകളുടെ ജനാസകളിൽ പങ്കെടുക്കുകയും മറവെടുക്കുന്നതുവരെ അവിടെ ഉണ്ടാകുകയും ചെയ്യുമായിരുന്നു. ആരോടും മനസ്സിൽ വിദ്വേഷമില്ലായിരുന്നു. വളരെയേറെ സത്താരിയത്ത് അഥവാ മറച്ചുവെക്കുന്ന ഗുണമുള്ള ആളായിരുന്നു. വാത്സല്യമുള്ള ഭർത്താവും മക്കൾക്ക് വാത്സല്യമുള്ള പിതാവുമായിരുന്നു. കുടുംബക്കാരോടൊന്നും പിണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. രഞ്ജിപ്പിന് മുൻകൈ എടുത്തിരുന്നു. അൽ ഇസ്സത്തു ലില്ലാഹി ജമിയ, എല്ലാ ആദരവും അള്ളാഹുവിനുള്ളതാകുന്നു എന്ന് എപ്പോഴും പറയുമായിരുന്നു. തന്റെ സഹോദരി സഹോദരന്മാരെയും മറ്റു കുടുംബക്കാരെയും വളരെയേറെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ വ്യാഴാഴ്ചയും റബോയിലുള്ള സഹോദരിയുടെ വീട്ടിൽ പോകുമായിരുന്നു. ചൗധരി സാഹിബ് മാതാപിതാക്കളെയും നല്ലപോലെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പറയുന്നു, എനിക്ക് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. 10 ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞു. ഉറങ്ങാൻ അവിടെ സ്ഥലമില്ലായിരുന്നു. എന്റെ റൂമിൽ നിലത്ത് തന്നെ ഉറങ്ങുമായിരുന്നു. എനിക്ക് താഴെ കിടക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ഒരിക്കലും പരാതിപ്പെട്ടില്ല. വളരെ വാത്സല്യമുള്ള ഭർത്താവായിരുന്നു. പറയുന്നു, ഞാൻ രോഗിണിയായി താഹിറാട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിറ്റ് ആയപ്പോൾ അവിടെയും എന്റെ കൂടെ കഴിയുകയും എല്ലാ നിലയ്ക്കും ശ്രദ്ധിക്കുകയും ഉണ്ടായി. അദ്ദേഹത്തിന്റെ മകൾ പറയുന്നു, ഒരിക്കലും ഞങ്ങളുടെ ഉമ്മാനോട് ഒച്ചവെച്ച് സംസാരിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അദ്ദേഹം പിതാവ് മാത്രമായിരുന്നില്ല, നല്ലൊരു കൂട്ടുകാരനും കൂടിയായിരുന്നു. അദ്ദേഹത്തോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാമായിരുന്നു. പറയുന്നു, ഞാൻ പൊതുവിൽ ചെറുതായതുകൊണ്ട് എന്റെ റൂമിലാണ് അദ്ദേഹം തഹജ്ജുദ് നമസ്കരിച്ചിരുന്നത്. ആ സമയത്ത് അദ്ദേഹം ഖാദിറോ തവാന ആഫാത്ത് സേ ബച്ചാന
എല്ലാത്തിനും കഴിവുള്ളവനായ നാഥ, ആപത്തുകളിൽ നിന്ന് രക്ഷിച്ചാലും എന്ന് കൂടെ കൂടെ ദുആ ചെയ്യുന്നത് എനിക്കെന്നും ഓർമ്മയുണ്ട്. ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് കഥകൾ പറഞ്ഞു തന്നിരുന്നു. ഞാൻ സ്വീഡനിൽ വന്ന ശേഷം എൻ്റെ കുട്ടികൾക്കും അദ്ദേഹം കഥ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഞങ്ങളുടെ പിതാവ് ഞങ്ങൾക്ക് ദുആകളുടെ ഒരു ഭണ്ഡാരമായിരുന്നു. അദ്ദേഹത്തിന്റെ മറ്റൊരു മകൾ പറയുന്നു, അദ്ദേഹം ജീവിതത്തിലുടനീളം രാവിലെ നാസ്ത കഴിച്ചതും ഓഫീസിൽ പോകുമായിരുന്നു. ഉച്ചയ്ക്ക് വൈകിയാണ് വീട്ടിൽ വന്നിരുന്നത്. അതിനുശേഷം വീണ്ടും ഓഫീസിൽ പോയിരുന്നു. ഇശാക്ക് ശേഷം ഏറെ വൈകിയാണ് വീട്ടിലെത്തിയിരുന്നത്. ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് ഗണിതത്തിൽ സഹായം ആവശ്യമായി വരുമ്പോൾ ഫജറിന് ശേഷം 1 മണിക്കൂറാണ് കുട്ടികളെ പഠിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ പക്കൽ ഉണ്ടായിരുന്നത്. ഒരിക്കൽ ജൽസാലിനയുടെ പരിപാടിക്കിടെ ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് അദ്ദേഹത്തെ പറ്റി പറഞ്ഞു. അപ്പോൾ ജോലിക്കാരെല്ലാം ഭക്ഷണം കഴിച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹവും അവിടെ ഉണ്ടായിരുന്നു. ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ എന്റെ പാത്രത്തിൽ എന്നോടൊപ്പം ഭക്ഷണം കഴിക്കുക. മൺപാത്രത്തിലാണ് കറി കൊടുത്തിരുന്നത്. ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസിന് മുന്നിലും പാത്രം വെച്ചിരുന്നു. അദ്ദേഹം ചൗധരി സാഹിബിനോട് പറഞ്ഞു, താങ്കൾ എന്നോടൊപ്പം ഈ പാത്രത്തിൽ തന്നെ ഭക്ഷണം കഴിച്ചാലും. അദ്ദേഹം എല്ലാ നിലയ്ക്കും ജീവിതം അർപ്പണം ചെയ്തതിന്റെ കർത്തവ്യം നിറവേറ്റുന്ന ആളായിരുന്നു. അന്നപാനീയങ്ങൾ കഴിക്കുന്നതിനും ഉറങ്ങുന്നതിനുമല്ലാതെ അദ്ദേഹം ജമാഅത്തി ജോലികൾ മാത്രം ചെയ്തു. ഒരു സമയവും പാഴാക്കിയില്ല. മകൾ പറയുന്നു, ഞാൻ ചെറുതായിരിക്കുമ്പോൾ അദ്ദേഹം എനിക്ക് മുകളിലെ കൈ താഴെയുള്ള കൈയിനേക്കാൾ ഉത്തമമാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമൊക്കെ കൈ തുറന്നു പിടിച്ചാണ്, അതായത് കൈ നീട്ടിയാണ് ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും വാങ്ങിയിരുന്നത്. അദ്ദേഹം എന്നോട് ആംഗ്യത്തിലൂടെ മുകളിൽ നിന്ന് എടുക്കണമെന്ന് മനസ്സിലാക്കി തന്നു. അതായത് പൈസയാണെങ്കിലും മറ്റെന്താണെങ്കിലും ഇന്ന രീതിയിൽ എടുക്കണമെന്ന് കാണിച്ചു തന്നു. ഇതും തർബിയത്തിന്റെ നല്ലൊരു ഭാഗമാണ്. ഭൗതിക സാധനങ്ങളോട് അദ്ദേഹത്തിനോട് തീരെ സ്നേഹമില്ലായിരുന്നു. പറയുന്നു, അത് എത്ര വലിയ സമ്മാനം കൊടുത്താലും അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഞാൻ ഒരിക്കലും തിളക്കം കണ്ടിട്ടില്ല. ഇത് ഞാൻ മറ്റാരിലും കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ കണ്ണുകളുടെ തിളക്കവും താല്പര്യവും ജമാഅത്തി ജോലികളിൽ മാത്രമായിരുന്നു. ഫോൺ എപ്പോഴും ബെഡിന്റെ അരികിൽ വെച്ചിരുന്നു. 24 മണിക്കൂറും എല്ലാ ഫോണുകളും അദ്ദേഹം അവൈലബിൾ ആയിരുന്നു. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകൾ പറയുന്നു, മക്കളുടെ കാര്യത്തിൽ വളരെ സൂക്ഷ്മതർക്കായിരുന്നു. അവരുടെ വികാരങ്ങളെയും ആവശ്യങ്ങളെയും വളരെയേറെ പരിഗണിച്ചിരുന്നു. തന്റെ വ്യക്തിപരമായ ഒരു ഭാരവും ഞങ്ങൾക്ക് മേൽ ചുമത്തിയിരുന്നില്ല. അതായത് അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞിരുന്നില്ല. സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്തിരുന്നു. എപ്പോഴും ഞങ്ങളെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ മക്കളെയും കൂടെയിരുത്തി ജമാഅത്തി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. വഖഫിന്റെ അനുഗ്രഹങ്ങളും ഖലീഫമാരോടൊത്തുള്ള വിശ്വാസ വർദ്ധക സംഭവങ്ങളും കേൾപ്പിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ കാര്യവും ലക്ഷ്യബോധമുള്ളതും ഞങ്ങൾക്ക് പോസിറ്റീവ് പ്രഭാവം ഉണ്ടാക്കുന്നതുമായിരുന്നു. മകൻ എഴുതുന്നു, അദ്ദേഹം 2 കാര്യങ്ങളിൽ ശക്തി ചെലുത്തിയിരുന്നു. അതായത് നമസ്കാരത്തിലും പിന്നെ കാലത്തിന്റെ ഖലീഫയുടെ ഖുത്ബ ഒരിക്കലും ഒരു കാരണവശാലും മിസ് ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നു. കാലത്തിന്റെ ഖലീഫ നിൽക്കുന്ന അധ്യാപനങ്ങൾ പൂർണ്ണമായും പ്രാവർത്തികമാക്കേണ്ടതാണ്. എന്നോട് എപ്പോഴും പറയുമായിരുന്നു, കന്നഡക്കാർക്ക് മേൽ തബ്ലീഗ് മുഖേന ഈ വ്യക്തി തങ്ങളെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുവെന്ന പ്രഭാവം ഉണ്ടാക്കാൻ ശ്രമിക്കുക. തഹരീഖ് ജദീദിന്റെ വക്കീൽ തസ്നീഫ് ജമീലുർ റഹ്മാൻ സാഹിബ് റഫീഖ് എഴുതുന്നു, എനിക്ക് ചൗധരി സാഹിബുമായി ദീർഘകാല ബന്ധമുണ്ട്. ചൗധരി സാഹിബിന്റെ പിതാവ് മുഹമ്മദ് ബക്ഷ് സാഹിബ് ദീനീ ബോധമുള്ള സൽപ്രകൃതത്തിന് ഉടമയായിരുന്നു. ഈ ഗുണങ്ങൾ ചൗധരി സാഹിബിനും കിട്ടുകയും അത് വളരുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പിതാവ് മുഹമ്മദ് ബക്ഷ് സാഹിബ് ചൗധരി ഫസിൽ സാഹിബിന് തബ്ലീഗ് ചെയ്തിരുന്നു. ഇത് 70-80 വർഷം മുമ്പുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ പിതാവ് കാരണമായി ചൗധരി ഫസിൽ അഹമ്മദ് സാഹിബ് അഹമ്മദിയത്ത് സ്വീകരിച്ചു. പിന്നെ ജമീൽ റഹ്മാൻ സാഹിബുമായും അടുപ്പമായി. കാരണം ചൗധരി ഫസിൽ അഹമ്മദ് സാഹിബ് എന്റെ ശുശ്രനാണ്. ഈ ബന്ധം അദ്ദേഹം നല്ലപോലെ നിലനിർത്തുകയും ചെയ്തു. അദ്ദേഹം എന്റെ ഉസ്താദുമായിരുന്നു. ഞാൻ BSc ചെയ്യുമ്പോൾ അദ്ദേഹം ഗണിതത്തിൽ MA ചെയ്തു വന്ന സമയമായിരുന്നു. അദ്ദേഹം കുറച്ചു കാലം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുമുണ്ട്. വളരെ ആത്മാർത്ഥതയോടെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളെ കൂടുതൽ പ്രഭാവിതരാക്കിയിരുന്നു. നിയമത്തിൽ വളരെ കണിശക്കാരനായിരുന്നു. എന്നാൽ വാത്സല്യമുള്ള ആളുമായിരുന്നു. സഹായം ആവശ്യമുള്ള ജീവനക്കാർക്ക് ആരോരും അറിയാതെ സഹായം ചെയ്തിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നല്ല പരിശ്രമശാലിയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രകൃതം വൈജ്ഞാനികമായിരുന്നു. പ്രത്യേകിച്ചും
ചരിത്രത്തിലും ഭൂമിശാസ്ത്രത്തിലും നല്ല അവഗാഹമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അതിന് ഉപദേശിക്കുകയും ചെയ്തിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജമാഅത്തി സമ്പത്ത് വളരെ കരുതലോടെയാണ് ചെലവഴിച്ചിരുന്നത്. കുറഞ്ഞ വാക്കുകൾ എഴുതാൻ മുഴുവൻ കടലാസും എടുക്കുന്നതിന് പകരം പകുതി കടലാസ് ഉപയോഗിക്കാൻ പറയുമായിരുന്നു. ഓരോ വിഷയത്തിന്റെയും ആഴങ്ങളിൽ എത്തിയിരുന്നു. എന്തെങ്കിലും വിഷയം വന്നാൽ അതിന്റെ എല്ലാ ഭാഗങ്ങളെയും അവലോകനം നടത്തുമായിരുന്നു. പിന്നെയാണ് തീർപ്പ് കൽപ്പിച്ചിരുന്നത്. ഈ സവിശേഷത അദ്ദേഹത്തിൽ വളരെ പ്രകടമായിരുന്നു. വക്കീലു ദിവാൻ ലേക്ക് നാസിർ എഴുതുന്നു, ചൗധരി സാഹിബ് എന്നോട് ഒരിക്കൽ പറഞ്ഞു, ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹി തആല ഖുദ്ദാമുൽ സദറായിരുന്നപ്പോൾ ചൗധരി സാഹിബിന് ഇജ്തിമാ അസിസ്റ്റന്റ് എന്ന ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അതിനകത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹി തആല അദ്ദേഹത്തോട് പറഞ്ഞു, ലങ്കർഖാനയുടെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞു വരിക. ലങ്കർഖാന ഇജ്തിമാക്കം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എങ്ങനെയാണ് ഭക്ഷണം പാകം ചെയ്യുന്നത് നോക്കി വരാൻ പറഞ്ഞു. ചൗധരി സാഹിബ് പറയുന്നു, ഞാൻ പുറപ്പെട്ടപ്പോൾ അതിർ സാഹിബ് എന്നെ തിരികെ വിളിച്ചു പറഞ്ഞു, ഇൻചാർജ് സാഹിബ് കണിശ സ്വഭാവിയാണ്, നിങ്ങൾ അകത്തേക്ക് കിടക്കാൻ സമ്മതിക്കില്ല, നിങ്ങൾ അതോറിറ്റി ഇല്ലാതെയാണ് പോകുന്നത്. അദ്ദേഹം മുതിർന്ന ആളുമാണ്. അതുകൊണ്ട് അതിർ സാഹിബ് തന്റെ സദർ ഖുദ്ദാമുൽ എന്ന ബാഡ്ജ് അഴിച്ചു. ഞാൻ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആണ്. സദർ ഖുദ്ദാമുൽ ബാഡ്ജ് അഴിച്ച് എനിക്ക് തന്നിട്ട് പറഞ്ഞു, ഖുദ്ദാമുൽ സദറാണ് നിങ്ങളെ വിട്ടത് എന്നതിന് ഇത് നിങ്ങൾക്കുള്ള അതോറിറ്റിയാണ്. ഈ ബാഡ്ജ് കുത്തിയിട്ട് അയച്ചു. ഇനി പോയി റിപ്പോർട്ട് വാങ്ങി വരൂ. പുറത്ത് ജമാഅത്തുകളിൽ പോയി ജനങ്ങളെ കാണുകയും എന്നെ സലാം എത്തിക്കുകയും ചെയ്യുക എന്ന് ഞാൻ നാസർമാരോടും തരീഖ് ജദീദ് വക്കീൽമാരോടും ഒരിക്കൽ പറഞ്ഞിരുന്നു. പിന്നീട് 2-3 പ്രാവശ്യം ആവർത്തിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ചൗധരി സാഹിബും 2 തവണ പോയി. എഴുതുന്ന ആൾ വിവരിക്കുന്നു, 2 പ്രാവശ്യം ഞാൻ അദ്ദേഹത്തോടൊപ്പം പര്യടനത്തിന് പോയിരുന്നു. സർഗോദ ജില്ലയിലാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു വീട് മുഴുവാക്കാതെ എല്ലാ വീട്ടിലും അദ്ദേഹം എത്തി. ആരെങ്കിലും വീട്ടിലില്ലെങ്കിൽ എവിടെയാണെന്ന് മനസ്സിലാക്കി പണിസ്ഥലത്താണെങ്കിൽ അവിടെ എത്തി കണ്ടിരുന്നു. ചില സ്ഥലങ്ങളിൽ വണ്ടി പോകുമായിരുന്നില്ല. പല പ്രാവശ്യം കിലോമീറ്ററുകളോളം സലാം എത്തിക്കാൻ അദ്ദേഹം കാൽനടയായി പോയി. അദ്ദേഹത്തിന്റെ അനുസരണത്തിന്റെയും പൂർണ്ണമായി പ്രാവർത്തികമാക്കുന്നതിന്റെയും ഒരു സ്വഭാവം എന്തെന്നാൽ അദ്ദേഹം ഞാൻ കൊടുത്ത സന്ദേശം കൂടെ കൂടെ വായിച്ചു നോക്കിയിരുന്നു. മാത്രമല്ല, താൻ സന്ദേശം നൽകുമ്പോൾ എവിടെയെങ്കിലും തെറ്റിയാൽ, വാക്കുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടായാൽ തന്നെ ഓർമ്മപ്പെടുത്തണമെന്നും അദ്ദേഹം എന്നോട് നിർദ്ദേശിച്ചിരുന്നു. അത്രമാത്രം അദ്ദേഹം ശുഷ്കാന്തി പുലർത്തുന്ന ആളായിരുന്നു. പറയുന്നു, കൂടാതെ ഓഫീസ് കാര്യങ്ങളിൽ എപ്പോഴും ചെറുതായാലും വലുതായാലും എന്തെങ്കിലും തെറ്റുപറ്റിയാൽ ഖലീഫത്തുൽ മസീഹ് അതേപ്പറ്റി അറിയിക്കണമെന്നും അദ്ദേഹത്തിന്റെ സ്ഥായിയായ നിർദ്ദേശമായിരുന്നു. അത് മുഖേന ദുആയിൽ ലഭിക്കുന്നതാണ്, തെറ്റ് തിരുത്തപ്പെടുകയും ചെയ്യും. വളരെ ലളിത ജീവിതമായിരുന്നു. യാത്രയിലും പ്രോട്ടോകോൾ ഒന്നുമില്ലെന്ന് പറയുമായിരുന്നു. ഭക്ഷണം കിട്ടിയിടത്ത് നിന്ന് കഴിച്ചിരുന്നു. ചിലപ്പോൾ വണ്ടിയിലിരുന്ന് തന്നെ ഭക്ഷണം കഴിച്ചിരുന്നു. ചിലപ്പോൾ ഗ്രാമത്തിൽ സന്ദർശനം നടത്തുമ്പോൾ പാടത്തിന് അരികിരുന്നും ഭക്ഷണം കഴിക്കുമായിരുന്നു. മറ്റു ചിലപ്പോൾ ചില ജമാഅത്തുകൾ ഈ യാത്രയിൽ പ്രസംഗിക്കാൻ പറയുമ്പോൾ അത് നിരാകരിച്ചുകൊണ്ട് എനിക്ക് നൽകിയ കൽപ്പന മാത്രമാണ് ഇപ്പോൾ ചെയ്യുക എന്ന് പറയുമായിരുന്നു. ഹദ്റത്ത് മുസ്ലിം മൗദ് ഖാദിയാൻ വാസികളോടും അതുപോലെ റബുക്കാരോടും അവരവരുടെ മൊഹല്ലകളിലുള്ള പള്ളികളിൽ തന്നെ നമസ്കരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. അദ്ദേഹം അവസാനം വരെ ഇത് പാലിക്കാൻ ശ്രമിച്ചിരുന്നു. മർക്കസ് മസ്ജിദായ മസ്ജിദ് മുബാറക്കിൽ നമസ്കരിക്കാൻ പോയാലും കുറഞ്ഞത് ഏതെങ്കിലും ഒരു നേരത്തെ നമസ്കാരം മൊഹല്ലയിൽ അനുഷ്ഠിച്ചിരുന്നു. അദ്ദേഹം രാത്രിയിലും ഓഫീസിലും വന്നിരുന്നു. പലതവണ ഇങ്ങനെയും ഉണ്ടായി. അതായത് വൈകിട്ട് മറ്റാരുമില്ലാത്തപ്പോഴും ഓഫീസ് തുറക്കാൻ പോലും ആരും വന്നില്ലെങ്കിലും അദ്ദേഹം സ്വയം തന്നെ ഓഫീസ് തുറന്ന് പണിയെടുക്കുമായിരുന്നു. അദ്ദേഹം കോളേജിൽ ജോലി ചെയ്യുമ്പോൾ മുതലുള്ള പതിവായിരുന്നു ഇത്. ഒരു രസകരമായ സംഭവം വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ താലിം ഇസ്ലാം കോളേജിലെ സ്റ്റാഫ് റൂമിലിരുന്ന് രാത്രി അദ്ദേഹം ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ ഒരു ഡ്യൂട്ടിക്കാരൻ വന്ന് അദ്ദേഹത്തിന് ഒരു ഭക്ഷണത്തിന്റെ പൊതി ഏൽപ്പിച്ചു. തുറന്നു നോക്കിയപ്പോൾ അതിൽ ബിരിയാണിയോ മറ്റോ ആയിരുന്നു. എന്നിട്ട് അത് പ്രിൻസിപ്പൽ സാഹിബിന് തന്നതാണെന്നും പറഞ്ഞു. അപ്പോൾ 3ാം ഖലീഫ ഹദ്റത്ത് മിർസ നാസിർ അഹമ്മദ് സാഹിബ് ആയിരുന്നു പ്രിൻസിപ്പൽ. അദ്ദേഹത്തിന് ചൗധരി സാഹിബ് അവിടെ ഉണ്ടാകുമെന്ന് അറിയില്ലായിരുന്നു. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബി പിന്നീട് അദ്ദേഹത്തോട് പറയുകയുണ്ടായി, ആ സമയത്ത് താങ്കൾ അവിടെ ഉണ്ടാകുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ്
ഡ്യൂട്ടിക്കാരനോട് ഞാൻ അവിടെ ആരാണെങ്കിലും കൊടുക്കാൻ പറഞ്ഞയച്ചത്. അദ്ദേഹം വീട്ടിൽ വരുന്നവരെ എപ്പോഴും സൽക്കരിക്കുമായിരുന്നു, യാതൊരു ഔപചാരികതയും കൂടാതെ. ഈ ജീവനക്കാർക്കും ഓഫീസ് ജീവനക്കാർക്കും അവിടെയുള്ളത് കൊടുക്കുമായിരുന്നു. ലേക്ക് ആബിദ് സാഹിബ് എഴുതുന്നു, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുമായിരുന്നു. ഒരു ഡ്രാഫ്റ്റും ബില്ലും കത്തും മുഴുവനും വായിക്കാതെ ഒപ്പിടുമായിരുന്നില്ല. ഓഫീസർമാർ മുഴുവൻ നോക്കാതെ ഒപ്പിടരുത്, വളരെ അനിവാര്യമാണിത്. സമയനിഷ്ഠ പാലിക്കുമായിരുന്നു. സമയത്തിൽ സവാരി ചെയ്ത് തന്റെ ഇഷ്ടാനുസരണം അതിന് വളയ്ക്കാൻ കഴിവുള്ള സമയനിഷ്ഠമായി ജോലി ചെയ്തിരുന്ന ആളായിരുന്നു. ഇത്രയും സമയനിഷ്ഠ പാലിക്കുമായിരുന്നു. മസ്ജിദിൽ നമസ്കരിക്കാൻ പോയാൽ ഘടികാരം നോക്കിക്കൊണ്ടിരിക്കാതെ ദൈവസ്മരണയിൽ ഒഴുകുമായിരുന്നു. പൊതുവെ ആളുകൾ നമസ്കാര സമയമായാൽ ക്ലോക്ക് നോക്കി സമയമായിട്ട് നമസ്കരിക്കാത്തത് എന്ന് ചോദിക്കാറുണ്ട്. ഇമാം വന്നാൽ നമസ്കരിക്കാൻ എഴുന്നേൽക്കുന്ന ശീലമായിരുന്നു അദ്ദേഹത്തിന്. പുറത്തു നിന്നും വന്നിരുന്ന മുബല്ലിഗുമാരെ ഉപദേശിക്കുമായിരുന്നു. സാധാരണയായി ഉപദേശിച്ചിരുന്നത് ഹദരത്ത് മസീഹ് അലി ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങൾ വാദിക്കാനും അവയിൽ പരാമർശിച്ച അധ്യാപനങ്ങളെ പ്രാവർത്തികമാക്കാനുമായിരുന്നു. അങ്ങനെ ലോകം മുഴുവൻ നമുക്ക് അഹമ്മദിയത്തിനെ ഒരേ രൂപത്തിൽ ആക്കാനാകുമെന്നും പറയുമായിരുന്നു. സമീഉല്ല സിയാൽ സാഹിബ് എഴുതുന്നു, ഞങ്ങൾ ഇരുവരും ഒരുമിച്ചാണ് 10ാം ക്ലാസ് പഠിച്ചത്. പഠനശേഷം ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ സമക്ഷത്തിൽ വഖഫിനുള്ള അപേക്ഷ സമർപ്പിച്ചു. അദ്ദേഹം ഔദാര്യപൂർവ്വം അത് സ്വീകരിച്ചു. അവസാനം വരെ ഏതാണ്ട് 71 വർഷത്തോളം ഞാൻ പല നിലയിലും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. നിരവധി സവിശേഷ ഗുണങ്ങളുള്ള ഒരു മഹത് വ്യക്തിയായിരുന്നു അദ്ദേഹം. സഹതാവിശീലനും ധൈര്യവാനും സദാ ദീനീ സേവകനും ഖിലാഫത്തിനോട് അങ്ങേയറ്റം സ്നേഹമുള്ള വ്യക്തിയുമായിരുന്നു. പുതുതായി വരുന്ന വഖഫ് ചെയ്ത ആളുകൾക്ക് നല്ല നിലയിൽ തർബിയത്ത് നൽകുന്നത് അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിരുന്നു. വളരെ നല്ല ഗുണമായിരുന്നു അത്. അതുകൊണ്ട് ചില വാഖഫീനുകളെ ഞാൻ അദ്ദേഹത്തെ തർബിയത്ത് ചെയ്യാനായി ഏൽപ്പിച്ചിരുന്നു. അദ്ദേഹം വളരെ മികച്ച നിലയിൽ അവരുടെ തർബിയത്ത് ചെയ്യുകയുണ്ടായി. ഹലീം ഖുറേഷി സാഹിബ് എഴുതുന്നു, അദ്ദേഹത്തിന് സംവിധാന മികവും ധനകാര്യങ്ങളിൽ നല്ല നിപുണതയും ഉണ്ടായിരുന്നു. സംവിധാനത്തിലെ വീഴ്ചകൾ ഒരിക്കലും സഹിച്ചിരുന്നില്ല. ധനകാര്യ സംബന്ധമായ കാര്യങ്ങളിൽ അതീവ സൂക്ഷ്മത പാലിച്ചിരുന്നു. മാർക്കറ്റ് വാല്യൂകളെ കുറിച്ച് അപ്ഡേറ്റ് ചെയ്തിരുന്നു. ബില്ല് കിട്ടുമ്പോൾ 10 രൂപ പോലും അധികമായാൽ ചോദ്യം ചെയ്യുമായിരുന്നു. ഇപ്രകാരം ചോദിക്കുമായിരുന്നു, ഇന്ന വസ്തുവിന് ഇന്ന കടയിൽ 100 രൂപയാണല്ലോ, എന്നിട്ട് താങ്കൾ 110 രൂപ എന്തിനാണ് ചെലവാക്കിയത്? റൊട്ടി പ്ലാന്റ് ജൽസസാലാനയുടെ എഞ്ചിനീയറായ അമീർ മുഹമ്മദ് കൈസറാനി എഴുതുന്നു, ചൗധരി സാഹിബ് കൂടിയാലോചനയ്ക്ക് വളരെ വില കൽപ്പിച്ചിരുന്നു. എന്ത് തീരുമാനമെടുക്കുന്നതിനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനുമായോ അക്കാര്യത്തിലെ എക്സ്പെർട്ടുമായോ എന്തായാലും കൂടിയാലോചന നടത്തുമായിരുന്നു. പുതുതായി എന്തു ചെയ്യുമ്പോഴും അതേക്കുറിച്ച് വിശദമായി അന്വേഷിക്കുമായിരുന്നു. വളരെ വലിയ തോതിൽ അഭിപ്രായങ്ങൾ ആരാഞ്ഞ ശേഷം മാത്രമേ എന്തെങ്കിലും തീരുമാനത്തിലെത്തിയിരുന്നുള്ളൂ. സാധാരണ ഓഫീസ് അവധി വെള്ളിയാഴ്ചയായിരുന്നു റൊട്ടി പ്ലാനിന്റെ ട്രയൽ നടത്തിയിരുന്നത്. അതുപോലെ മിക്കവാറും മാസാവസാനത്തെ ആഴ്ചയിൽ ലീവുള്ള ദിവസവും ഓഫീസിൽ പോകുമായിരുന്നു. സഹപ്രവർത്തകർ എപ്പോഴും പറഞ്ഞു മനസ്സിലാക്കിയിരുന്നത്, വ്യക്തി ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമോ ഉണ്ടായാൽ ജമാഅത്തിന്റെ ജോലികൾക്ക് കൂടുതൽ സമയം നൽകണമെന്നാണ്. അതായത് ഖലീഫത്തുൽ മസീഹ് സാലിസിൽ ഞങ്ങളും പഠിച്ചത് അതായിരുന്നു എന്നും പറയുമായിരുന്നു. അപ്പോൾ അള്ളാഹു സ്വയം ആ പ്രയാസം നീക്കം ചെയ്യുന്നതാണ്. വഴി കടന്നു പോകുന്നവരുമായിട്ടുള്ള സ്നേഹാദരങ്ങളോടെ പെരുമാറിയിരുന്നു. എല്ലാവരുമായും അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയത്തിൽ സംസാരിക്കുമായിരുന്നു. വഫാത്തിന് മുമ്പായ ഒരു മീറ്റിംഗിൽ താമീറാത്ത് വിഭാഗത്തിന് ജോലിയിൽ താമസമുണ്ടായപ്പോൾ എഞ്ചിനീയർമാരോട് നീരസം പ്രകടിപ്പിച്ചതായി എഞ്ചിനീയർ സാഹിബ് പറയുന്നു. തുടർന്ന് അന്നേ ദിവസം തന്നെ ഓഫീസ് അവധിയായപ്പോൾ എന്നെ ഫോൺ ചെയ്തിട്ട് ചിരിച്ചുകൊണ്ട് അപ്പോഴത്തെ പോലെ സംസാരിച്ചു എന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ കുറച്ച് കടുപ്പമേറിയ വാക്കുകൾ ഉപയോഗിക്കുകയുണ്ടായി, അതിന് ക്ഷമാപണം ചോദിക്കുന്നു എന്ന് പറഞ്ഞു. തുടർന്ന് എന്റെ സുഖവിവരങ്ങളും അന്വേഷിച്ചു. ഹാഫിസ് മുസഫർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, എന്റെ അപേക്ഷ മാനിച്ച് അതത് ഖലീഫത്തുൽ മസീഹ് റാബി റെസിഡൻഷ്യൽ നിർമ്മിക്കാനുള്ള ഔദ്യോഗിക അനുമതി നൽകുകയുണ്ടായി. ചൗധരി സാഹിബിനെ കാണാനും നിർദ്ദേശിച്ചു. അപ്പോൾ അതിനായി നിർദ്ദേശിക്കപ്പെട്ട 2 സ്ഥലങ്ങളിൽ ഒന്നായ ജാമിയ അഹമ്മദിയിൽ തന്നെ ഓഫീസ് തയ്യാറാക്കി. അതേക്കുറിച്ചുള്ള ചർച്ചയിൽ ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾക്ക് ഭാവിയിലും ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ളതാണ്. പ്രഥമമായി ജമാഅത്തിന്റെ വരുംകാല ആവശ്യങ്ങൾ എപ്പോഴും മുന്നിൽ
വെക്കേണ്ടതാണ്. രണ്ടാമതായി മിതത്വവും ലാളിത്യവും അനുവർത്തിക്കണം. ആഡംബരത്തിനായി വലിയ ഓഫീസ് ടേബിൾ, ലക്ഷറി ചെയർ എന്നിവ മാറ്റി നിർത്തി ആവശ്യാനുസരണം മാത്രം ഫർണിച്ചറുകൾ വാങ്ങാനും ഉണർത്തുകയുണ്ടായി. മാജിദ് താഹിർ സാഹിബ് വക്കീൽ തബ്ഷീർ ലണ്ടൻ എഴുതുന്നു, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ദീനീ സേവനത്തിനായിരുന്നു ചെലവഴിച്ചിരുന്നത്. കാലത്തിന്റെ ഖലീഫയിൽ നിന്നും വിവിധ ഓഫീസ് കാര്യങ്ങളെ സംബന്ധിച്ച് വന്നിരുന്ന നിർദ്ദേശങ്ങൾ ലഭിച്ചാൽ ഉടൻ തന്നെ ഒട്ടും സമയം കളയാതെ നടപടിയെടുക്കുമായിരുന്നു. പലതവണ രാത്രികൾ നിർദ്ദേശം ലഭിക്കുമായിരുന്നു. അപ്പോഴൊക്കെ ലഭിച്ചിരുന്ന നിർദ്ദേശങ്ങളനുസരിച്ച് നടപടിയെടുക്കാനായി ഉടൻ ഓഫീസിൽ വരികയും എല്ലാം കഴിഞ്ഞു മാത്രം വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തിരുന്നു. നിശ്ചയമായും അദ്ദേഹത്തിന്റെ അനക്കമടക്കം സംസാരങ്ങളും മൗനങ്ങളും ഇരിപ്പും നടപ്പും എല്ലാം ഖലീഫയെ അനുസരിച്ചുകൊണ്ടുള്ളതായിരുന്നു. കാലത്തിന്റെ ഖലീഫയുടെ നിർദ്ദേശത്തെക്കാൾ മുൻഗണന നിയമങ്ങൾക്ക് നൽകുന്നവരോട്, ജമാഅത്തിന്റെ പ്രോട്ടോകോൾ പ്രകാരമാണ് അത് തന്നെ നടപ്പാക്കണമെന്ന് പറയുന്നവരോട് അദ്ദേഹം എപ്പോഴും പറഞ്ഞിരുന്നത്, കാലത്തിന്റെ ഖലീഫ നൽകുന്ന നിർദ്ദേശങ്ങൾ തന്നെയാണ് നിയമങ്ങൾ, അവ തന്നെയാണ് പാലിക്കപ്പെടേണ്ടത് എന്നായിരുന്നു. മാത്രമല്ല, നിയമശാസ്ത്രങ്ങളിൽ ഇത്തരമൊരു റൂളിംഗ് ലോ നിലവിലുമുണ്ട്. മുബഷിർ അയാ സാഹിബ് പ്രിൻസിപ്പൽ ജാമിയ അഹമ്മദിയ റബു എഴുതുന്നു, അദ്ദേഹം ജമാഅത്തിന്റെ വീക്ഷണങ്ങളുടെയും പദ്ധതികളുടെയും എൻസൈക്ലോപീഡിയ ആയിരുന്നു. അത് തികച്ചും ശരിയുമാണ്. അദ്ദേഹത്തിന് സകല കാര്യങ്ങളിലും പൂർണ്ണമായ കാഴ്ചപ്പാടും അവബോധവും ഉണ്ടെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. അയാ സാഹിബ് പറയുന്നു, ഞാൻ എന്റെ സഹപ്രവർത്തകരോട് പറയുമായിരുന്നു, ചൗധരി സാഹിബിനൊപ്പം മീറ്റിംഗ് നടത്തുക. അദ്ദേഹം തന്നെ നമുക്ക് പറഞ്ഞു തരും ജാമ്യയിൽ എത്ര സ്റ്റെയറുകളുണ്ട്, എത്ര ചെടികളുണ്ട്, ഇന്ന സ്ഥലത്ത് ഇതിന്റെ കുറവുണ്ട്, ഈ ചെടി നട്ടിട്ടുണ്ട് എന്നൊക്കെ. വളരെ അവധാനതയോടെ എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുമായിരുന്നു. ഏത് കാര്യത്തെ സംബന്ധിച്ച് മീറ്റിംഗ് നടത്തിയാലും അതിന്റെ വിശദാംശങ്ങളും ഓരോരോ ഘടകങ്ങളും അദ്ദേഹത്തിന് അറിയുമായിരുന്നു. തന്റെ കൂടെയുള്ളവരെ കുറിച്ച് അങ്ങനെ തന്നെ പ്രതീക്ഷയും വെച്ച് പുലർത്തിയിരുന്നു. തുടർന്ന് എഴുതുന്നു, പ്രഭുവിന്റെ മുഴുവൻ ചരിത്രവും അദ്ദേഹത്തിന്റെ കണ്ണിലും മനസ്സിലും മസ്തിഷ്കത്തിലും മുദ്രിതം പോലെയായിരുന്നു. കുറച്ച് മാസങ്ങൾ മുമ്പ് ചൗധരി സാഹുവുമായി കൂടിക്കാഴ്ച നടത്താൻ എനിക്ക് അവസരമുണ്ടായി. ഞാൻ പറഞ്ഞു, പ്രഭുവിലെ ചില ചരിത്ര പ്രധാനമായ സ്ഥലങ്ങളെക്കുറിച്ച് ചില പൂർവികരുടെ പ്രതിപാദനങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. താങ്കൾ അതേക്കുറിച്ച് പറഞ്ഞു തരണം. ഇപ്പോൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ സവിശദം പറഞ്ഞു തന്നു. അതേക്കുറിച്ച് ഇന്ന വ്യക്തിക്ക് പറയാൻ സാധിക്കുമെന്നും ഇപ്പോൾ ഇന്ന വ്യക്തിയുടെ ഓർമ്മ ക്ഷയിച്ചിട്ടുണ്ടാകുമെന്നും പറയുകയുണ്ടായി. തുടർന്ന് പറഞ്ഞു, ഒരു ലിസ്റ്റ് തയ്യാറാക്കി എനിക്ക് അയച്ചു തരിക. താങ്കളോടൊപ്പം വന്ന് ഞാൻ എനിക്ക് ഓർമ്മയുള്ളത്ര പറഞ്ഞു തരാം. പറയുന്നു, അദ്ദേഹം എത്രത്തോളം ഇനിയും താഴ്മയുമുള്ള വ്യക്തിയായിരുന്നു എന്നാൽ സ്വയം എനിക്ക് ചായ ഉണ്ടാക്കി എപ്പോഴും തരുമായിരുന്നു. എളിമയെക്കുറിച്ചുള്ള മറ്റൊരു സംഭവമുണ്ട്. കുറച്ചു വർഷം മുമ്പ് കാദിയാനിൽ ജലസയ്ക്ക് പോയതായിരുന്നു. ലങ്കർഖാനയുടെ നായിബ് ഇൻചാർജ് മഹഫൂസ് റഹ്മാൻ സാഹിബുമൊത്ത് നിന്ന് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ചൗധരി സാഹിബ് മുമ്പിലൂടെ കടന്നുപോയി സലാം പറഞ്ഞു. ശേഷം വളരെ വികാരഭരിതനായി മഹഫൂസ് സാഹിബ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ചൗധരി സാഹിബ് വളരെ ലളിതപ്രകൃതനായ വ്യക്തിയാണ്. കുറച്ചു നേരം മുമ്പ് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മഹഫൂസ് സാഹിബ്, ഭക്ഷണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തരിക, ഒരു മീറ്റിംഗ് കഴിഞ്ഞു വരികയാണ്. 10 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു മീറ്റിങ്ങിന് പോകേണ്ടതുമുണ്ട്. പറയുന്നു, ഭക്ഷണം തീർന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഫ്രിഡ്ജിൽ കുറച്ച് ഭക്ഷണമുണ്ട്, അത് ചൂടാക്കി തരാം, താങ്കൾ പോയി തയ്യാറായി വരിക. പറയുന്നു, ഭക്ഷണം ചൂടാക്കി കൊണ്ടുവരുമ്പോഴേക്കും കുറച്ച് താമസിച്ചു. ചൗധരി സാഹിബ് സമയനിഷ്ഠയുള്ള വ്യക്തിയായിരുന്നു. സമയത്ത് മീറ്റിങ്ങിന് എത്തിച്ചേരേണ്ടതുണ്ടായിരുന്നു. ഭക്ഷണത്തിന് കാത്തിരുന്നാൽ വൈകാൻ സാധ്യതയും ഉണ്ടായിരുന്നു. ഞാൻ വന്നപ്പോൾ കണ്ടത് ഡൈനിങ് ടേബിൾ ഉണ്ടായിരുന്ന റൊട്ടിയുടെ കഷ്ണങ്ങളും ബാക്കിയായ ദാലും കൂട്ടി അദ്ദേഹം ഭക്ഷണം കഴിച്ച് തീരാറായതാണ്. അങ്ങനെ സമയത്ത് തന്നെ അദ്ദേഹം മീറ്റിങ്ങിന് പോയി. എന്നാൽ അദ്ദേഹത്തിന്റെ മുഖത്ത് യാതൊരു നീരസവും ഉണ്ടായിരുന്നില്ല. എന്താണ് ഭക്ഷണം കൊണ്ടുവരാൻ താമസിച്ചത്, എന്താണ് കാരണമെന്നൊന്നും അന്വേഷിച്ചില്ല. അവിടെ ഉണ്ടായിരുന്ന റൊട്ടി കഷ്ണങ്ങളും ബാക്കിയായ ദാലും കഴിക്കുകയാണ് ഉണ്ടായത്. ടേബിളിലുള്ളത് കഴിച്ച് തിരിച്ചുപോയി. ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങൾ ചൗധരി സാഹിബ് വളരെ അവധാനതയോടെ വായിച്ചിട്ടുണ്ടായിരുന്നു. സ്ഥിരമായി അവ വായിക്കുമായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അവയെ വെറുതെ വായിക്കുകയായിരുന്നില്ല, ആഴത്തിലുള്ള സസൂക്ഷ്മമുള്ള വായനയായിരുന്നു. ഗ്രന്ഥങ്ങൾ നന്നായി അവലോകനം ചെയ്തിരുന്നു. അവയിലുള്ള ഓരോരോ കാര്യങ്ങളും നിരീക്ഷണ വിധേയമാക്കിയിരുന്നു. അവയെക്കുറിച്ചുണ്ടാകുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ എന്താണെന്ന് കണ്ടെത്തിയിരുന്നു. പ്രശ്ന നിവാരണത്തിന് ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ചും മറ്റുള്ളവർ ഉപദേശിക്കുമായിരുന്നു. ഗ്രന്ഥം പാരായണം ചെയ്യുമ്പോൾ ഓരോ വാക്കിലും ശ്രദ്ധിക്കാനും അവയിൽ നിന്നുണ്ടാകുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനും പറഞ്ഞിരുന്നു. മുബാറക് സിദ്ദീഖി സാഹിബ് പറയുന്നു, ഒരിക്കൽ ലണ്ടനിൽ അദ്ദേഹം വന്നപ്പോൾ TI കോളേജിലും മറ്റുള്ളവരുമായി ഒരു മീറ്റിംഗ് നടത്താൻ ഞാൻ അദ്ദേഹത്തിന് അവസരം നൽകി. പറയുന്നു, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു സുദീർഘകാലം സേവനമനുഷ്ഠിക്കാനുള്ള തൗഫീഖും ഒരുപാട് ആദരണീയ സ്ഥാനങ്ങളും അല്ലാഹു താങ്കൾക്ക് നൽകിയിട്ടുണ്ട്.
ഞങ്ങൾക്ക് അതിന് പിറകിലുള്ള രഹസ്യം പറഞ്ഞു തരിക, ഞങ്ങൾ ഉപദേശിക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരൊറ്റ രഹസ്യത്വമേ ഉള്ളൂ, സ്വന്തം അറിവിനെയും ബുദ്ധിയെയും തുച്ഛമായി കാണുക, കണ്ണുമടച്ച് കാലത്തിന്റെ ഖലീഫയെ അനുസരിക്കുക. അനുസരണത്തിന്റെ നിലവാരം എന്തായിരിക്കണമെന്നാൽ, ഞാൻ അനുസരണത്തിന് കടന്നു നിർവഹിക്കാൻ ശ്രമിച്ചെന്ന് സ്വന്തം ഹൃദയം സാക്ഷ്യം വഹിക്കണം. മിർസ ജാവേദ് സാഹിബ് എഴുതുന്നു, ചൗധരി സാഹിബ് ഖലീഫത്തുൽ മസീഹ് സാലിസുമായി ബന്ധപ്പെട്ട ഒരു വിവരണം കൽപ്പിക്കാറുണ്ട്. ചൗധരി സാഹിബിനോട് ഖലീഫ സാലിസ് പറഞ്ഞു, ഇന്ത്യ പാക് വിഭജനത്തിനു മുമ്പ് ജലസയ്ക്ക് ഒരാഴ്ച ഡ്യൂട്ടി ഉണ്ടാകുമായിരുന്നു. ഡ്യൂട്ടിക്കാർക്ക് റിഫ്രഷ്മെന്റായി ഒരാഴ്ചയിൽ ഒരു തവണ മാത്രം ഒരു കപ്പ് ചായ കിട്ടുമായിരുന്നു. അങ്ങനെ ഒരു ഡ്യൂട്ടിക്കാരൻ തനിക്ക് കിട്ടിയ ചായക്കപ്പുമായി തന്റെ താമസ സ്ഥലത്തേക്ക് വളരെ സന്തോഷത്തോടെ വരികയായിരുന്നു. ബാക്കി ഭക്ഷണം മാത്രം ലങ്കർഖാനയിൽ ഉണ്ടാക്കുന്നത് ലഭിക്കുമായിരുന്നു. ചായ മാത്രം ആകെ ഒരു തവണയാണ് ലഭിച്ചിരുന്നത്. അങ്ങനെ ആ ഡ്യൂട്ടിക്കാരൻ ആ ചായക്കപ്പുമായി താമസ സ്ഥലത്ത് വന്നു. അദ്ദേഹത്തോടൊപ്പം കിടക്കയിലുണ്ടായിരുന്ന അതിഥി കരുതി തനിക്ക് വേണ്ടി ചായ കൊണ്ടുവരുന്നതാണെന്ന്. അതുകൊണ്ട് അദ്ദേഹത്തോട്, താങ്കൾ എനിക്ക് വേണ്ടി ചായ കൊണ്ടുവന്നതാണോ എന്ന് അതിഥി ചോദിച്ചു. അപ്പോൾ ഡ്യൂട്ടിക്കാരൻ മറുത്തൊന്നും പറയാതെയും ഒന്നും പ്രകടിപ്പിക്കാതെയും അതിഥിക്ക് ആ ചായക്കപ്പ് കൊടുത്തു. ചൗധരി സാഹിബ് പറയുന്നത്, ഖലീഫത്തുൽ മസീഹ് സാലിസ് ഈ സംഭവം വിവരിച്ചുകൊണ്ട് ഡ്യൂട്ടി ചെയ്യുന്നവരുടെ ഉദാര മനസ്കത എടുത്തു പറയുകയായിരുന്നു. ഡ്യൂട്ടിക്കാർ ഏത് അവസ്ഥയിലും ത്യാഗങ്ങൾ ചെയ്തുകൊണ്ട് അതിഥികളെ ശ്രദ്ധിച്ചിരുന്നു. ചൗധരി സാഹിബ് പറയുന്നു, നോക്കൂ, അന്നത്തെ കാലത്ത് ഒരാഴ്ച മുഴുവൻ ഡ്യൂട്ടി ചെയ്താൽ റിഫ്രഷ്മെന്റായി ഒരു കപ്പ് ചായയാണ് ലഭിച്ചിരുന്നത്. അതും ഡ്യൂട്ടിക്കിടയിൽ ത്യാഗം ചെയ്യേണ്ടി വന്നിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് അള്ളാഹു ജമാഅത്തിനെ സാമ്പത്തികമായി ഒരുപാട് അനുഗ്രഹിച്ചിരിക്കുന്നു. ചെറിയ മീറ്റിങ്ങുകൾക്ക് പോലും ചായ സൽക്കാരം സർവ്വസാധാരണമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ വിലമതിക്കേണ്ടതുണ്ട്. എപ്പോഴും ജമാഅത്തിന്റെ ധനത്തെ സൂക്ഷ്മതയോടെ അമിത ചെലവുകൾ ഒഴിവാക്കി ചെലവഴിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്, അവയിൽ ചിലത് ഞാൻ പറഞ്ഞുവെന്ന് മാത്രം. ഒരുപാട് നീണ്ടുപോകും, അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. വിവരിച്ച കാര്യങ്ങളും അദ്ദേഹത്തെക്കുറിച്ചുള്ള സവിശേഷതകളും അതിശോക്തി കൂടാതെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ആളുകൾ എഴുതി അറിയിച്ചിട്ടുണ്ട്. എത്ര അധികമെന്നും ചിലതൊക്കെ എനിക്കിവിടെ ഉദ്ധരിക്കാനോ പൂർണ്ണമായും വായിക്കാനോ പറ്റിയിട്ടില്ല. അദ്ദേഹം അസാധാരണ കഴിവുള്ള വ്യക്തിയായിരുന്നു. ദർവേഷി ഗുണമുള്ള വ്യക്തിയായിരുന്നു. അങ്ങേയറ്റം കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തിയുമായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഞാനും ജോലി ചെയ്തിട്ടുണ്ട്. വളരെ സൗമ്യമായി കാര്യങ്ങൾ പഠിപ്പിച്ചു തരുമായിരുന്നു. ഞാൻ നാസറാലായപ്പോഴും പ്രാദേശിക അമീറായപ്പോഴും അദ്ദേഹം വളരെ നല്ല നിലയിൽ പെരുമാറിയിരുന്നു. അനുസരണം പ്രകടിപ്പിച്ചിരുന്ന കാലമായിരുന്നു അത്. ഖിലാഫത്തിനോട് അങ്ങേയറ്റം വിശ്വസ്ത പ്രകടിപ്പിച്ചു. ഒരു അഹമ്മദി, ഒരു ജമാഅത്തിന്റെ സേവകൻ, ബയ്യത്തിന്റെ കടമകൾ നിറവേറ്റുന്ന ഒരു വ്യക്തി എന്ന നിലയിലൊക്കെ അദ്ദേഹം തന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റുകയുണ്ടായി. കാലത്തിന്റെ ഖലീഫയുടെ എല്ലാ ആഹ്വാനങ്ങളും കൽപ്പനകളും വളരെ ഗൗരവത്തോടെ നോക്കിക്കൊണ്ടു. വാക്കുകളുടെ അടിസ്ഥാനത്തിലും അക്ഷരങ്ങളുടെ പോലും അടിസ്ഥാനത്തിൽ അവയനുസരിച്ച് പ്രവർത്തിച്ചു. ഒരു കാര്യത്തിലും സ്വന്തമായി അത് ഇങ്ങനെയായിരിക്കും, അത് അങ്ങനെയാകാമെന്ന് സ്വയം വ്യാഖ്യാനിച്ചില്ല. ജാമിയ ജൂനിയർ സെക്ഷൻ വേറെ തന്നെ ഒരു കെട്ടിടമായിരുന്നു. ഒരു സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ കരുതുന്നത് അത് അധിക ചെലവാണ്, അതിന്റെ ആവശ്യമില്ല. ജാമിയ സീനിയർ സെക്ഷനുമായി ലയിപ്പിക്കേണ്ടതുണ്ട്. ആ സമയത്ത് അതേക്കുറിച്ച് അദ്ദേഹത്തിന് മറ്റു മുതിർന്നവർക്കും ചില ധാരണകളുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് അഭിപ്രായം ചോദിച്ചപ്പോൾ അദ്ദേഹം അഭിപ്രായപ്പെട്ടത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലെന്നായിരുന്നു. എന്നാൽ പിന്നീട് ഞാൻ അങ്ങനെ തന്നെ തീരുമാനിച്ചപ്പോൾ മറുത്തൊന്നും ചോദിക്കാതെ ഉടനടി നടപ്പിലാക്കി. കുറച്ചു ദിവസം എടുക്കും അതിനെന്നായിരുന്നു ഞാൻ കരുതിയത്. എന്നാൽ 24 മണിക്കൂറിനകം നടപ്പിൽ വരുത്തിക്കൊണ്ട് അക്കാര്യം നടന്നെന്ന് എനിക്ക് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു. അള്ളാഹു അദ്ദേഹത്തിന്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. ഖിലാഫത്തിന് അദ്ദേഹത്തെ പോലുള്ള ശക്തരായ സഹായികളെ ലഭിച്ചുകൊണ്ടിരിക്കുമാറാകട്ടെ. നിലവിലെ അവസ്ഥകൾ മാറാൻ വേണ്ടിയും ദുആ ചെയ്യുക. അള്ളാഹു പാകിസ്ഥാനിലെ സ്ഥിതിഗതികൾ പെട്ടെന്ന് തന്നെ മാറ്റുമാറാകട്ടെ. അവിടെ അഹമ്മദികൾക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള തൗഫീക്ക് ലഭിക്കുമാറാകട്ടെ. മറ്റൊരു സുപ്രധാന കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്ത് കൊറോണ വ്യാധി വ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അഹമ്മദികളും ജാഗ്രതയും കടമകളും വേണ്ട വിധത്തിൽ നിർവഹിക്കുന്നില്ല. UK, അമേരിക്ക, പാകിസ്ഥാൻ തുടങ്ങി ഒരു രാജ്യത്തുള്ള അഹമ്മദിയും ചെയ്യുന്നില്ല. പൂർണ്ണമായും ജാഗ്രത പാലിക്കുക തന്നെ വേണം. മാസ്കും മറ്റും ഉപയോഗിക്കണം. മാസ്ക് ധരിച്ചാലും മൂക്ക് പുറത്താണ്, എന്നാൽ മൂക്ക് മറഞ്ഞിരിക്കേണ്ടതാണ്. കഴുത്തിൽ മാസ്ക് ഇടുന്നു. അങ്ങനെ മാസ്ക് ധരിക്കുന്നതിൽ എന്ത് ഗുണമാണ് ഉണ്ടാവുക? അടുത്ത് ഇടപഴകുന്നുമുണ്ട്, സാമൂഹിക അകലം പാലിക്കുന്നില്ല. അതുപോലെ സർക്കാരും ഭരണകൂടങ്ങളും പറയുന്ന നിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും മാനിക്കുന്നില്ല. ആയതിനാൽ നാം ഇതെല്ലാം അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്.
അല്ലെങ്കിൽ ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇക്കാലത്ത് യാത്രകൾ പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കണം. അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കണം. യൂറോപ്പിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പോകുന്നവരും ജാഗ്രത പാലിക്കണം. ഇപ്പോൾ യാത്രകൾ ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം. അള്ളാഹു എത്രയും പെട്ടെന്ന് ഈ മഹാമാരിയെ ഇല്ലാതാക്കട്ടെ. അഹമ്മദികളായ രോഗികൾക്കും അഹമ്മദികളല്ലാത്ത രോഗികൾക്കും അള്ളാഹു പൂർണ്ണമായും രോഗശാന്തി നൽകുമാറാകട്ടെ. നമസ്കാര ശേഷം ഇൻഷാ അള്ളാഹ് ചൗധരി സാഹിബിന്റെ ജനാസ നമസ്കരിപ്പിക്കുന്നതാണ്. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.